ചിലർ പറയില്ലേ, ഇങ്ങ് പൈസ കൊണ്ടുപോകാം, ഞാൻ നിന്നെ ആ രാജ്യത്ത് കൊണ്ടുപോകും, എത്ര ലക്ഷം, 2 ലക്ഷം ഇപ്പത്താ, പിന്നെ ഒരു 3 ലക്ഷം, പിന്നെ ഒരു 6 ലക്ഷം. നമ്മൾ കണ്ണും ആ മനുഷ്യനെ വെച്ച് പ്രാർത്ഥിക്കണം 10 നാൾ. ചതിയാണോ? ചുമ്മാ എടുത്ത് ചാടരുത്. ടേക്ക് ടൈം, സമയമെടുക്കണം. ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 2 കണ്ണേ ഉള്ളൂ, പക്ഷെ 10 കണ്ണു വേണം. 2 ചെവിയേ ഉള്ളൂ, 10 ചെവി വേണം. എല്ലാം കേൾക്കേണ്ടതല്ല. ചിലപ്പോൾ അത് അടച്ചു വെക്കണം, ചിലപ്പോൾ തുറന്നു വെക്കണം. ചിലത് കണ്ടാലും കണ്ടില്ലാത്ത പോലെ. ആരെങ്കിലും ഒറ്റപ്പെട്ടിരിക്കുന്നവരുണ്ടോ? ദൈവമുണ്ട് നിന്റെ കൂട്ടിന്. ദൈവവചനത്തിലെ സൗഖ്യം ഇന്നെന്നിലേക്ക് പകരണമേ. ദൈവവചനത്തിൻ്റെ ആ അനുഗ്രഹം ഇന്ന് എൻ്റെ ദൈവമേ എന്നിലേക്ക് പകരണമേ. എൻ്റെ കുടുംബം, എൻ്റെ ജീവിതം, എൻ്റെ ഭാവി അനുഗ്രഹമാകത്തക്ക വിധം ഈ വചനം കേൾക്കുന്ന, ഈ വചനം വിശ്വസിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും അങ്ങ് പകരണമേ. ഈ വചനത്തിലൂടെ ജീവിതം അനുഗ്രഹമാകുന്ന അനുഭവങ്ങൾ ഉണ്ടാകണമേ. എന്നെ അങ്ങ് സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ. ഈ വചനം ഒന്ന് വിശ്വാസത്തോടെ സ്വീകരിക്കുകയാണ്. നിയമാവർത്തന പുസ്തകം 7:13 ഇങ്ങനെയാണ്: അവിടുന്ന് നിങ്ങളെ സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. ആ വചനം വിശ്വാസത്തോടെ നിങ്ങളുടെ ആത്മാവിലൊന്ന് സ്വീകരിച്ച് ദൈവവചനം പറയുവാണ്: ദൈവം നിങ്ങളെ സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിയമാവർത്തനം 7:13. എന്നിട്ട് ആ വചനം അവനവൻ സ്വന്തം ജീവിതത്തെ നോക്കിയിട്ട് പറ: ദൈവം എന്നെ സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം എന്നെ സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും. ഹല്ലേലൂയ. ഒരു നിമിഷം ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു സങ്കടമായിരിക്കും പ്രാർത്ഥനയോടെ ഇവിടെ എത്താൻ കാരണമായത്. മനസ്സിനകത്ത് വിങ്ങുന്ന വേദനയോടെ പ്രാർത്ഥിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ദൈവമേ, ആ കാര്യമൊന്ന് നടന്ന് കിട്ടിയായിരുന്നെങ്കിൽ, ആ തടസ്സമൊന്ന് മാറി കിട്ടിയായിരുന്നെങ്കിൽ, അതൊന്ന് ശരിയായിരുന്നെങ്കിൽ. ഞാൻ എത്ര നാളായി ഭാരപ്പെടുന്നു, എത്ര നാളായി ഞാൻ കഷ്ടപ്പെടുന്നു, ഏതൊക്കെ വിധത്തിലാണ് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. കർത്താവെ, അങ്ങനെ സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം എന്നെ സ്നേഹിക്കുമെന്നും അനുഗ്രഹിക്കുമെന്നും വർദ്ധിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് വിശ്വാസത്തോടെ, നീ വീണുപോയി, ശരി തന്നെ, പക്ഷെ ദൈവം നിന്നെ കൈവിട്ടിട്ടില്ല. ഞാൻ വല്ലാതെ തകർന്നു പോയി, ശരി തന്നെ, എനിക്ക് ഒരുപാട് കടമുണ്ട്, ശരി തന്നെ, എനിക്കൊന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങളാണ്, ശരി തന്നെ, 1 ഇഞ്ച് മുന്നോട്ട് നീങ്ങാൻ എനിക്ക് പറ്റാത്തൊരവസ്ഥയിലാണ്, ശരി തന്നെ. എന്നാൽ ശരിയേക്കാൾ വലിയൊരു സത്യം പറയാം: ഈ സമയത്തും ദൈവം നിന്നെ കൈവിട്ടിട്ടില്ല. ദൈവം നീ തകർന്നു പോകാൻ സമ്മതിക്കുകയില്ല, നീ പരാജയപ്പെട്ടു പോകാൻ സമ്മതിക്കുകയില്ല. ദൈവം എന്നെ കൈവിടുകയില്ല, ദൈവം എന്നെ കൈവിടുകയില്ല, ദൈവം എൻ്റെ കുടുംബത്തെ കൈവിടുകയില്ല. ഞാൻ ഈ മുറ്റത്തെ ആ പ്രാർത്ഥനാ കൗണ്ടറിൽ എൻ്റെ പേരെഴുതി കൊടുക്കാൻ ഞാൻ നീണ്ട ക്യൂവിൽ നിന്നത്, ആ കൽക്കുരിശിൻ്റെ മുമ്പിൽ വിശുദ്ധരുടെ മാധ്യസ്ഥത്തിൻ്റെ തണലിൽ ആ മുറ്റത്ത് നിന്ന് എൻ്റെ പേര് ഞാൻ എഴുതി കൊടുത്തത്,
കർത്താവേ, ഞാൻ ഈ വചനം വിശ്വസിച്ചേറ്റെടുക്കുവാണ്. അവിടുന്ന് എന്നെ അനുഗ്രഹിക്കുമെന്നും എന്നെ സ്നേഹിക്കുന്നുവെന്നും വർദ്ധിപ്പിക്കുമെന്നും ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഏറ്റെടുക്കുകയാണ്. എന്റെ നിയോഗം ദൈവം ഉപേക്ഷിക്കത്തില്ല, എന്റെ പ്രാർത്ഥന ദൈവം തള്ളിക്കളയത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു, എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. എല്ലാവരും വിശ്വസിച്ചുകൊണ്ട് ശബ്ദമുയർത്തി നമ്മുടെ കുടുംബങ്ങളിൽ ദൈവത്തിന്റെ സ്നേഹം നിറയണം, ദൈവത്തിന്റെ കാരുണ്യം നിറയണം. നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ നിരാശ മാറി ദൈവത്തിന്റെ സാന്നിധ്യം നിറയണം. ആ വിശ്വാസത്തോടെ സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. ഒരു പ്രാവശ്യം കൂടെ എല്ലാവരും ചേർന്ന് വിശ്വസിച്ച് പാടാമോ? സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ, ഞാനോ കുറയണമേ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കിരിക്കാം. ഹല്ലേലൂയ. വളരെ വളരെ സന്തോഷത്തോടും നന്ദി നിറഞ്ഞ ഹൃദയത്തോടും കൂടെയാണ് ദൈവവചനത്തെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുവാൻ എളിമയോടെ വിനയത്തോടെ ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. നമ്മളുടെ നൊവേനയുടെ 9ാമത്തെ ദിവസമാണിന്ന്. 9 ദിവസം പ്രാർത്ഥിച്ച വിശുദ്ധ യൂദാശ്ലീഹയുടെ വലിയൊരു മാധ്യസ്ഥം നമ്മുടെ കൂടെ ഉണ്ട്. ആ ഒരു മാധ്യസ്ഥത്തിൻ്റെ തണലിൽ നിന്നുകൊണ്ടാണ് ഇന്നെല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് ദൂരെ നിന്നും സമീപത്ത് നിന്നും വന്നിട്ടുള്ള എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഞങ്ങൾ കാണുന്നു. നിങ്ങൾക്കറിയുമോ, നമ്മുടെ ഇന്ന് ഈ ആലയത്തിൽ നമ്മൾ ശുശ്രൂഷകൾ ആരംഭിച്ചത് വെളുപ്പിന് 4:15 4:15 4:15 4:10 കഴിഞ്ഞപ്പോൾ അവിടെ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ചു. 4:20 മുതൽ ഈ ഫ്രണ്ടിൽ നിന്ന് ഏകദേശം 7 മണി വരെയും ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷമാണ് ശുശ്രൂഷകരുടെ 8 മണി വരെ പ്രാർത്ഥിച്ചു. അതിനുശേഷമാണ് അവിടെ നിന്ന് ആളുകളെ കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് സാധാരണ ഇപ്പോൾ അങ്ങനെയാണ്, ദൂരെ നിന്ന് വരുന്ന എല്ലാവരെയും കണ്ടു കേട്ട് പോകാൻ പറ്റുന്നില്ല, പിന്നെ എല്ലാവരും അനുസരിക്കുന്നില്ല. ഒരാൾ പറയുമ്പോൾ വേറൊരാൾ അതിനിടയിലൂടെ കയറി വരും. അപ്പോൾ ചില അപാകതകളുണ്ട്, അതൊക്കെ പരിഹരിക്കാൻ പരമാവധി ശ്രമിക്കുകയാണ്. എങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ 1-2 കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാണ്. ഒരുപാട് അമ്മമാർ, അപ്പച്ചന്മാർ അവരുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾക്കൊരു നല്ല പ്രാർത്ഥന കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വിളിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ പ്രാർത്ഥനയ്ക്ക് വന്നു എന്ന് വരത്തില്ല, ചിലപ്പോൾ അവർക്കത് ഇഷ്ടമുണ്ടാകത്തില്ല. പക്ഷെ അവരുടെ പേരുകൾ നമുക്കിവിടെ എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റും. ഇത് ഡിസംബർ മാസമാണ്, ഇനി പരീക്ഷ വരാൻ പോകുന്നു. SLC +1 +2 പരീക്ഷകളൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ നമ്മളൊരു കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. അടുത്ത വെള്ളിയാഴ്ച പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളുടെ പേരുകൾ ഒരു നിയോഗം പോലെ ഒരു പാത്രം വെച്ച് ഇനി മാർച്ച് മാസം അവരുടെ എക്സാം കഴിയുന്നവരെ ഈ അൽത്താരയിൽ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ പേരുകൾ ഇവിടെ എഴുതി വെച്ച് പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് എഴുതി അത് കൊണ്ടുവന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുന്നതാണ്. കാരണം അത് പ്രാർത്ഥന എഴുതുമ്പോൾ കേവലം ഒരു ജയം കിട്ടാൻ വേണ്ടി മാത്രമല്ല. ഞാൻ വിശ്വസിക്കുവാണ്, ഇതുകൊണ്ടൊക്കെ എന്താ പ്രയോജനം? ഇങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടായിരുന്നെങ്കിൽ
നമ്മൾ ആരും നഷ്ടപ്പെടുകയില്ലായിരുന്നു. ആമേൻ. ഞാൻ ആരെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി കരമുയർത്താനും പറഞ്ഞു തരാനും ഉപദേശിക്കാനും പ്രാർത്ഥിക്കാനും ഉണ്ടായിരുന്നെങ്കിൽ ആരും നഷ്ടപ്പെട്ടു പോവില്ലായിരുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ അതിനു വേണ്ടിയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ +2 ആയിരിക്കും, +1 ആയിരിക്കും, SLC ആയിരിക്കും. അവരൊരു ഉന്നതമായ ഒരു നല്ല സ്ഥാനത്തെത്തണം. നിങ്ങളുടെ കുടുംബത്തിന് ആ മകൻ ആ മകൾ ഒരനുഗ്രഹമാകണം. ആമേൻ. അതാണ് നമ്മളുടെ നിയോഗം. നമ്മൾ പ്രാർത്ഥിക്കുവാൻ, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ചിലപ്പോൾ ഒത്തിരി ഫോൺ ഉപയോഗം ഉണ്ടാകും, പഠിക്കാൻ പറ്റുന്നില്ലാത്ത സാഹചര്യം വരും, പഠിക്കുമ്പോൾ ടെൻഷൻ വരുന്നവർ, പരീക്ഷ പേടിയുള്ളവർ, നമുക്ക് പ്രാർത്ഥിക്കാം. ആ സമയത്ത് ദൈവം അവർക്കൊരു നല്ല വിജയം കിട്ടി, നല്ല തീരുമാനത്തോടെ ആ കുടുംബത്തിൻ്റെ അവസ്ഥകൾക്കൊക്കെ മാറ്റം വരാൻ ആ മകൻ ആ മകൾ കാരണമാകണം. ഹല്ലേലൂയ. നമ്മുടെ വീട്ടിൽ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളിൽ ഒരാൾ രക്ഷപ്പെട്ടാൽ മതി, നമ്മുടെ വീട് മുഴുവൻ രക്ഷപ്പെടും. ശരിയാണോ? എത്രയോ ആൾക്കാരായിരുന്നു നല്ല വീട് വയ്ക്കുന്നത്. എത്രയോ ആളുകളാണ് വിദേശ രാജ്യങ്ങളിൽ വീടും സ്ഥലവും മേടിക്കുന്നത്. എങ്ങനെയാവും മേടിച്ചത്? ഇവിടെ സാധാരണ പോലെ ജീവിച്ച് തൊഴിലുറപ്പിനും കൂലിവേലയ്ക്കൊക്കെ പോയ ആൾക്കാരുടെ മക്കൾ UK സ്ഥലം മേടിച്ച് വീട് വെച്ചിരിക്കുന്നു. കോടികൾ മുടക്കി, ലക്ഷങ്ങൾ മുടക്കി, ലോണൊക്കെ ഉണ്ടെന്നാലും അമേരിക്കയിൽ സ്ഥലം വീട് മേടിച്ച കഥയല്ല. എങ്ങനെ അവർക്ക് ഈ ഭാഗ്യം ഉണ്ടായത്? ഞാൻ വിശ്വസിക്കുവാണ്, ആ വീട്ടിൽ നിന്ന് ആരോ ഒരാൾ രക്ഷപ്പെട്ടു. ആ വീട്ടിൽ നിന്ന് ഒരാൾ കയറിപ്പോയി. ആ ഒരാൾ ആ വീടിൻ്റെ അനുഗ്രഹമായിട്ട് മാറും. ആ കൂട്ടത്തിൽ ആ വീടിനോട് ചേർന്ന് നിൽക്കുന്നവരും കയറി വന്നോടും. സഹോദരങ്ങൾ, സമൂഹത്തെയാൾ, ഇളയാളുകളൊക്കെ ആ ഒരു തണലിൽ അനുഗ്രഹിക്കപ്പെടാൻ കഴിയും. നമ്മളിന്ന് പ്രാർത്ഥിക്കുവാണ്. നമ്മുടെ വീടുകളിലൊക്കെ സ്നേഹം കുറഞ്ഞു വരുന്ന കാലമാണ്. സ്നേഹം പുറമെ എല്ലാവരും വർത്തമാനം പറയുമെങ്കിൽ വീട്ടിനകത്ത് അധികം സംസാരമില്ല, ഇഷ്ടമില്ല സംസാരിക്കാൻ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന്മേലൊക്കെ ദൈവാനുഗ്രഹം വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി പറയുന്ന വിഷയം വളരെ സീരിയസ് ആയിട്ടൊരു കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. നമ്മൾ ചില സങ്കീർണമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായ ഒരു കാര്യം എന്നാണെന്നറിയാമോ? മുന്നേ അറിയാനുള്ളൊരു കഴിവ്. ഇത് യേശുവിനുണ്ടായിരുന്നു. നാളെ നടക്കുന്ന കാര്യങ്ങൾ, അടുത്ത ആഴ്ച നടക്കുന്ന കാര്യങ്ങൾ, അടുത്ത മാസം നടക്കുന്ന കാര്യങ്ങൾ മുന്നേ അറിയാനുള്ളൊരു കഴിവ് നിങ്ങൾക്ക് വേണം. അത് സക്സസ് ആയി ജീവിക്കാൻ ഈ കഴിവ് വേണം. ആരും പറ്റിക്കാൻ വരത്തില്ല, ചതിക്കത്തില്ലെന്ന്. ആരാ ചതിക്കുന്നതെന്ന് അറിയത്തില്ല. നമുക്ക് ആരാ നമ്മളെ പാര വെക്കുന്നതെന്ന് അറിയത്തില്ല. ഇന്നത്തെ കാലം അങ്ങനെ. ഞാൻ പറയുന്നത് തെറ്റല്ല. നമുക്കൊത്തിരി വേദനയുണ്ട് ചിലർ ചതിച്ചതിൻ്റെ. ചിലർ വല്ലാതെ നമ്മളെ പറ്റിച്ചു കളഞ്ഞു. അവിടെ പൈസ പോയി, സ്ഥലം പോയി, കേസായി, വലിയ വലിയ വിഷയങ്ങളിൽ ചെന്ന് പെട്ട് കുടുങ്ങിപ്പോയവരുണ്ട്. അവരൊക്കെ വലിയ ബുദ്ധിമാന്മാരാണ്. പക്ഷെ അവരെയൊക്കെ എളുപ്പത്തിൽ പറ്റിക്കായിരുന്നു. നമ്മളെക്കുറിച്ച് ആരും പറയരുത് വേറൊരാൾ അയാളെ പറ്റിക്കാൻ എളുപ്പമാണ്. അത് നല്ലതല്ല. നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഒരാൾ നമ്മളോട് പറയില്ല ഇയാളെ പറ്റിക്കാൻ എളുപ്പമാണ്, അയാൾക്ക് വലിയ വിവരമൊന്നുമില്ല. ആരും പറയാൻ ഇടവരരുത്. ദൈവം അകത്തുള്ളവനെ അടുത്തു വരുന്നവന് പറ്റിക്കാൻ പറ്റത്തില്ല. അവന് നേരത്തെ പിടികിട്ടും, അവന് നേരത്തെ അറിയാൻ പറ്റും. ഇവിടെ ഇരിക്കുന്ന ചില അമ്മമാർക്കതറിയാം, ചില അപ്പച്ചന്മാർക്കതറിയാം. അവർ പറയില്ലേ, എനിക്ക് ഇന്നലെ എൻ്റെ മകൻ ദുബായിലാ, അവൻ എന്തോ ഒരു വിഷമമുണ്ട്. കൃത്യം ഫോൺ വിളിക്കുമ്പോൾ അവിടുന്ന് പറയുക ഒരു വിഷമമാകട്ടെ, എനിക്ക് തോന്നി നിന്നെ വിളിക്കണമെന്ന്, നിനക്ക് എന്തോ. അപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ അവർ ചിലപ്പം പറയില്ലേ, എന്താ മമ്മി ഇപ്പം വിളിച്ചത്? സാധാരണ ഇപ്പോഴല്ലല്ലോ വിളിക്കാറ്. അല്ല മോനെ, നിനക്ക് എന്തോ നിന്നെ ഒന്ന് വിളിക്കണമെന്ന് എനിക്ക് തോന്നി. ചില കാര്യങ്ങളിൽ നമുക്ക് മുന്നറിവ് കിട്ടും. അതെല്ലാവർക്കും വേണം. കുടുംബജീവിതം നയിക്കുന്നവർക്ക്, ബിസിനസ് നടത്തുന്നവർക്ക്, ശുശ്രൂഷ ചെയ്യുന്നവർക്ക്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് അവർ ചില കാര്യങ്ങൾ ഒളിച്ചും മറച്ചും വച്ചാലും മാതാപിതാക്കൾ എന്ന നിലയിൽ അത് കാണാതെ കാണാൻ പറ്റണം. വേണം. ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്. ഇതൊരു കൃപയാണ്, ഇതൊരു അനുഗ്രഹമാണ്. നഥാനിയേലിനോട് യേശു പറഞ്ഞ് എന്നാ പറഞ്ഞേ? നീ
അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ തന്നെ എനിക്ക് നിന്നെ അറിയായിരുന്നു. നാഥാനുജി, എന്നെ എങ്ങനെ അറിയാം? എന്നെ എങ്ങനെ മനസ്സിലായി? എന്നെ എങ്ങനെ അറിയാം? നീ അവിടെ ഇരിക്കുമ്പോഴേ എനിക്കറിയാം. എന്നോടൊരാൾ പറഞ്ഞു, സത്യമാണോ എന്ന് അറിയത്തില്ല, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു അത് സത്യമായ അയാൾ പറഞ്ഞെന്ന്. വെറും വാക്കല്ല. സത്യസന്ധമായി ദൈവത്തെ വിളിക്കുന്ന ഒരാളുടെ മുമ്പിൽ, അയാളുടെ മുമ്പിൽ ഒരാൾ ചതിക്കാൻ വന്ന് നിന്നാൽ അരമണിക്കൂറിനുള്ളിൽ അയാൾക്കത് പിടികിട്ടും. അല്ല, 20 മിനിറ്റിനുള്ളിൽ പിടികിട്ടും. ഈ വന്നയാൾക്ക് നല്ല ഉദ്ദേശമൊന്നും അല്ല, ചുമ്മാ വേറെന്തൊക്കെയോ തന്ത്രമുണ്ട്, ആൾ കാണുന്ന പോലെ അല്ല. കൃത്യമായിട്ട് പിടികിട്ടും. എന്നറിയില്ല, മനസ്സിൽ പിടികിട്ടും. ചിലപ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം നയിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ചിലപ്പോൾ ജീവിത പങ്കാളിയായി ഭാര്യ പറയും, നിങ്ങൾ ആ ആളെ ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. അല്ലെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് നിങ്ങൾ പറയില്ലേ, കൂട്ടുകൂടുന്നൊക്കെ കൊള്ളാം, ശ്രദ്ധിച്ചു വേണം. നിങ്ങൾക്ക് എന്തോ ഒരു മുന്നറിവ് കിട്ടിയതാ. ചുമ്മാ ഒന്നും ആരും പറയത്തില്ല. നമ്മൾ നിസ്സാരമായിട്ട് ചുമ്മാ പറയാം. അല്ല, എന്തോ നമുക്ക് ഇന്നലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ആ മുറ്റത്തിരിക്കുമ്പോൾ, നമ്മൾ ആ TV കണ്ടോളും എന്തോ മനസ്സിൽ തോന്നുവാണ്, ആ കൂട്ടുകെട്ട് ശരിയല്ല, ആ പറഞ്ഞത് സത്യമൊന്നുമല്ല. ഒരു മുന്നറിവ് അതിവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വേണം. പ്രാർത്ഥന നിൽക്കുന്ന 2 പേർക്ക് പോരാ, വേറൊരാളുടെ മനസ്സിനെ കുറച്ചൊക്കെ വായിക്കാനുള്ളൊരു കഴിവ്. ചതിക്കാനാണെങ്കിൽ അപ്പുറത്ത് വെച്ച് തന്നെ അറിയാൻ പറ്റണം, ഉദ്ദേശം കറക്റ്റല്ല, ഇയാൾ എൻ്റെ പൈസ പറ്റിക്കാൻ വരുന്ന പരിപാടിയാണ്, ബിസിനസ്സിൽ എന്നെ കൂട്ടുചേർത്ത് അവസാനം എന്നെ കുടുക്കിലാക്കാനുള്ള പണിയാണ്. എല്ലാം തകർന്ന് തരിപ്പണമാകുമ്പോഴല്ല അറിയേണ്ടത്, ഹോ അയാൾ എൻ്റെ കൂടെ ഒന്ന് ചതിക്കുമായിരുന്നു, ഇപ്പോഴാണ് മനസ്സിലായത്. സമയം കഴിഞ്ഞുപോയി, കാലം കഴിഞ്ഞുപോയി, നേരത്തെ ചിന്തിക്കണമായിരുന്നു. ദൈവത്തിൽ നിൽക്കുന്നവന് മുന്നറിവ് കിട്ടും. നേരത്തെ അവൻ അറിയും. അയാളെക്കുറിച്ച് ഒരു 100 പേര് പറയുക നല്ലതെന്ന് പറഞ്ഞാലും അയാൾ വിശ്വസിക്കത്തില്ല. അയാൾ അങ്ങനെ നിൽക്കും. ചിലപ്പോൾ അയാൾ പൊട്ടം കളിക്കും. അയാൾ ഇങ്ങനെ ചുമ്മാ നിൽക്കും, അവിടെയും തൊടിയാൽ ഇവിടെയും തൊടാതെ. അത് അയാളിൽ ദൈവം സംസാരിച്ച് പറയും, ആരെയാ അടുപ്പിക്കേണ്ടത്, ആരെയാ മാറ്റി നിർത്തേണ്ടത്, ആരെയാ അവിടെ നിർത്തേണ്ടത്. ഇതെല്ലാം ദൈവം അയാൾക്ക് മറുപടി കൊടുത്തുകൊണ്ടിരിക്കും. ഞാനത് വചനത്തിലൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് പിടികിട്ടും. 1 രാജാക്കന്മാരുടെ പുസ്തകം 14-ാമത്തെ അധ്യായം. 1 രാജാക്കന്മാരുടെ പുസ്തകം 14-ാമത്തെ അധ്യായം. ശ്രദ്ധിച്ചു കേൾക്കുമോ? നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും. നിങ്ങൾക്കത് മനസ്സിലായാൽ നിങ്ങൾക്കത് ഗുണമാകും. ഗുണമായാൽ അത് നിങ്ങൾക്ക് എല്ലാ ലൈഫിൽ അത് പ്രയോജനപ്പെടും. ഇവിടെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഒരു 15 മിനിറ്റ് പ്രസംഗം കേട്ടിട്ട് പോവുമല്ല, ഇതിലൂടെ നിങ്ങളുടെ ജീവിതം ഒന്നും കൂടെ ഒന്ന് പുതുക്കി പണിതിട്ട് വേണം പോകാൻ. ഹല്ലേലൂയ. വായിച്ചു കേൾക്കുകയാണ്. അത് 14-ാം അധ്യായം 1-ാമത്തെ വാക്യം തൊട്ട് വായിച്ച് കേൾക്കുക. ശ്രദ്ധിക്കാം. ആ കാലത്ത് ജെറോബോവാമിന്റെ മകൻ അബിയ രോഗബാധിതനായി. ജെറോബോം എന്ന് പറയുന്ന ഒരാളുടെ മകന് രോഗം പിടിപെട്ടു. ഒരു രോഗം വന്നു, ഒരു വലിയ പ്രയാസം ഉണ്ടായി, ഒരു പ്രതിസന്ധി ഉണ്ട്. ആരുടെ മകന്? ജെറോബോവാമിന്റെ മകൻ അബിയ രോഗബാധിതനായി. അപ്പോ ജെറോബോം ഭാര്യയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ, നീ എഴുന്നേറ്റ് എന്റെ ഭാര്യയാണെന്ന് അറിയാത്ത വിധം വേഷം മാറി ഷിലോയിലേക്ക് പോവുക. ഭാര്യയോട് ഭർത്താവ് പറയാണ്, നീ വേഷം മാറി വേറൊരാളായി അഭിനയിച്ചോണ്ട് നീ അവിടെ പോകാൻ പറഞ്ഞു, ഒരു സ്ഥലത്ത് പോകാൻ പറഞ്ഞു. എന്നാ നേരായ വണ്ണം പോയെന്നാ? വേഷം മാറി വേറൊരാളായിട്ട് പോകാൻ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു. എന്നിട്ട് പോവാണ്, വേഷം മാറി പോവാണ്. എങ്ങനെ പോണം? ഭാര്യയാണെന്ന് അറിയാത്ത വിധം വേഷം മാറി ഷീലോയിലേക്ക് നീ പോണം. ഈ ജനത്തിന് ഞാൻ രാജാവായിരിക്കണമെന്ന് പറഞ്ഞ അഹിയ പ്രവാചകൻ അവിടെയുണ്ട്. അവിടെ ആരുണ്ട്? അഹിയ എന്ന പേരുള്ള ഒരു ദൈവീകമായ ഒരു മനുഷ്യനുണ്ട്. അയാൾ, ഈ മനുഷ്യനിപ്പോൾ കണ്ണും കാണത്തില്ല, ചെവിയും കേൾക്കത്തില്ല. പുള്ളിക്ക് പ്രായമായിട്ടിരിക്കുക. നേരിട്ട് കണ്ടാലും ആരാന്ന് പിടികിട്ടിയല്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയുണ്ട്. മുറ്റത്ത് നിന്ന് നടക്കുന്ന ആളുടെ ശബ്ദം കേട്ടാൽ അറിയാം ആരാന്ന്. അതാണ് ആ പ്രവാചകന്റെ പ്രത്യേക കഴിവ്. നേരത്തെ അറിയാൻ പറ്റും. പക്ഷെ പുള്ളിക്ക് ഇപ്പോൾ കണ്ണും കാണത്തില്ല, ചെവിയും കേൾക്കത്തില്ല. അത്രയും വയസ്സായ ആളാണ്. ഇപ്പോൾ ഭർത്താവ് പറയാണ്, നമ്മുടെ കുഞ്ഞിന് രോഗമല്ലേ, നീ വേഷം മാറി എൻ്റെ ഭാര്യ എന്നൊരു കുഞ്ഞു പോലും തിരിച്ചറിയാത്ത വിധം വേഷം മാറി
പ്രവാചകന്റെ അടുത്തേക്ക് പോവുക. എന്നിട്ട് പോവാണ്, ഭാര്യ പോയി. എന്നിട്ട് ഭർത്താവ് പറഞ്ഞു, പോകുമ്പോൾ 10 അപ്പവും കുറച്ച് അടയും 1 ഭരണി തേനുമായി നീ അവന്റെ അടുക്കൽ ചെല്ലുക. നീ അവിടെ ചെല്ലുമ്പോൾ വെറുതെ പോകണ്ട, കുറച്ച് അപ്പവും കുറച്ച് അടയും കുറച്ച് തേനും ഒക്കെ ആയി, പുള്ളി പ്രായമായിട്ടിരിക്കുവല്ലേ, പുള്ളിക്കുള്ള ഫുഡുമായിട്ട് നീ ചെല്ല് എന്ന് പറയുക. എന്നിട്ട് പ്രാർത്ഥിക്കണം. പ്രവാചകന്റെ അടുത്ത് നിന്നുകൊണ്ട് പറയണം, രോഗിയായ കൊച്ചിന് എന്നാ പറ്റൂന്ന് പ്രാർത്ഥിച്ചിട്ട് വരണം. അന്നത്തെ വലിയ ഒരാളാണ് ഈ ജെറോബാം. പക്ഷെ ഒരാവശ്യം വന്നപ്പോൾ ചെന്നത് ആരുടെ അടുത്താ? പ്രാർത്ഥനയുള്ള ഒരു മനുഷ്യന്റെ അടുത്തേക്ക്. ആർക്കു വേണ്ടി? തൻ്റെ രോഗമുള്ള മകന് വേണ്ടി. ആരെയാ പറഞ്ഞു വിട്ടു? ഭാര്യയെ പറഞ്ഞു വിട്ടു. പ്രവാചകന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. കുട്ടിക്ക് എന്ത് സംഭവിക്കുമെന്ന് അവൻ പറയും. ആ കൊച്ചിന് എന്നാ സംഭവിക്കുമെന്ന് അവൻ പ്രാർത്ഥിച്ചിട്ട് പറയും. നല്ല വിശ്വാസമുണ്ട് ആൾക്ക്. അങ്ങനെ പറഞ്ഞു വിട്ടു. അങ്ങനെ അവൾ ഷിലോയിൽ അഹിയായുടെ വസതിയിലെത്തി. അങ്ങനെ ഭാര്യ വേഷം മാറി വേറൊരാളുടെ രൂപത്തിൽ വേഷം മാറി ആ പ്രവാചകന്റെ അടുത്തെത്തി. അപ്പോൾ ദൈവ മനുഷ്യൻ പ്രവാചകന്റെ ആ സിറ്റുവേഷൻ എഴുതിയിരിക്കുക. വാർദ്ധക്യ നിമിത്തം പ്രായമായി, കണ്ണു മങ്ങിപ്പോയി, അവന് കാണാൻ സാധിക്കത്തില്ലായിരുന്നു. അപ്പൊ പ്രവാചകൻ ഇപ്പോ വയസ്സായി, പ്രായമായി, കണ്ണ് പോലും ശരിക്കും കാണത്തില്ല, അത്രയും പ്രായമായിട്ടിരിക്കുവാണ്. ആ പ്രവാചകന്റെ അടുത്ത് ചെന്ന് പറയുക, പ്രാർത്ഥിച്ച് എൻ്റെ കൊച്ചിന് എന്നാ പറ്റും, എൻ്റെ കൊച്ചിന് എന്നാ പറ്റുമെന്ന് പറയാൻ പറഞ്ഞു. പക്ഷെ 5-ാമത്തെ വാക്യം, ജെറോബോവാമിന്റെ ഭാര്യ തന്റെ രോഗിയായ പുത്രനെ കുറിച്ച് ചോദിക്കാൻ വരുന്നെന്നും അവളോട് എന്ത് പറയണമെന്നും കർത്താവ് അഹിയായെ അറിയിച്ചു. അതായത് അവര് ചിന്തിക്കുമ്പോ പ്രവാചകൻ അതിനെക്കുറിച്ച് നേരത്തെ അറിവ് കിട്ടി. ഇങ്ങനെ ഒരാൾ നിന്റെ അടുത്ത് നാളെ വരും, ഇന്ന കാര്യത്തിന് വേണ്ടിയാ വരുന്നത്, അത് തലേ ദിവസം തന്നെ അറിയാൻ കഴിഞ്ഞു. ഇതിന്റെ പേരാണ് മുന്നറിവ്. നാളെ നടക്കുന്ന കാര്യങ്ങൾ, അടുത്ത മാസം നടക്കുന്ന കാര്യങ്ങൾ, അത് പ്രാർത്ഥിച്ചിട്ട് മനസ്സിൽ കാണാൻ കഴിയണം. അത് വലിയൊരു കഴിവാ. ആ ഒരു കൃപ ഇന്ന് നിങ്ങൾ പ്രാർത്ഥിച്ച് മേടിച്ചെടുക്കണം. മുന്നറിവ്. ചിലർ പറയില്ലേ, ഇന്ന് നീ ബൈക്ക് എടുത്ത് പോകണ്ട, ഇന്ന് നീ വണ്ടി എടുത്ത് പോകണ്ട, നീ വണ്ടി ഓടിക്കുമ്പോൾ ഒത്തിരി സ്പീഡിൽ പോലെ ചില കുറച്ച് പോ, നീ ആ വണ്ടി ഓടിക്കുമ്പോൾ എപ്പോഴെപ്പോഴാ ഫോൺ എടുക്കരുത്, ശരിയാവത്തില്ല. ഇതൊക്കെ നമ്മൾ ചില മുന്നറിവോടെയാ പറയുന്നേ. അതെന്തിനാ? ഇയാൾ എന്തിനാ അത് പറഞ്ഞു? ഞാൻ ഫോൺ വിളിച്ച് വളരെ ശ്രദ്ധിച്ച്, എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അല്ലാതെ നിനക്ക് ചിലപ്പോൾ ഒരു അപകടം സംഭവിക്കാമെന്ന് അയാൾക്ക് തോന്നി, നീ ശ്രദ്ധയില്ലാതെ വണ്ടി ഓടിക്കുന്നു, ആവശ്യമുള്ള സമയത്ത് ഇല്ലാത്ത സമയത്ത് ഫോൺ എടുക്കുന്നു. ചില മുന്നറിവാണ്. മുന്നറിവ്. ഹല്ലേലൂയ. ആരാ നമുക്ക് മുന്നറിവ് തരുന്നത്? നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, പ്രാർത്ഥനയിൽ നിൽക്കുന്നവന് മുന്നറിവുകൾ കൊടുക്കും. നിന്റെ മകന്റെ പോക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്, നീ ശ്രദ്ധിക്കണം. അവൻ്റെ ബാഗൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, അവൻ്റെ ഫോൺ ടെസ്റ്റ് ചെയ്യണം, ചെക്ക് ചെയ്യണം, അവൻ്റെ മെസ്സേജൊക്കെ നോക്കണം. നമുക്ക് തോന്നുക ആ കൊച്ചിൻ്റെ ഫോൺ എടുത്ത് നോക്കണം. എന്തോ ഒരു ചതിയിൽ ചെന്ന് ചാടാൻ ഒരുങ്ങി നീപ്പുണ്ട്, എന്തോ നമുക്ക് മനസ്സിൽ തോന്നുക. അതിൻ്റെ പേരാ മുന്നറിവ്. ഇത് നമുക്ക് പലർക്കും ഉണ്ട്. നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് വരെ ചിലപ്പോൾ ഈ തിരിച്ചറിവുണ്ട്. ഞാനിത് പറയുമ്പോൾ ഓർത്തൊരു സംഭവം, പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഒരു മനുഷ്യൻ്റെ അടുത്ത്, ഈ വയനാട്ടിൽ തന്നെ ഒരു സ്ഥലത്ത്, ഇച്ചിരി ദൂരമായി, ഈ അടുത്തൊന്നുമല്ല, എന്നാലും വയനാട് ജില്ലയ്ക്കകത്താണ്, ഒരു പള്ളിയിൽ ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇവിടെ ഒരാൾക്ക് ധ്യാനത്തിനൊന്നും വരാൻ കഴിയത്തില്ല, അദ്ദേഹം വീണിട്ട് കിടക്കുവാണ്, അദ്ദേഹത്തിൻ്റെ അരയ്ക്ക് താഴോട്ട് തളർന്നുപോയി, ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാ, വലിയ ഉപകാരമാ എന്ന് പറഞ്ഞു. അപ്പോൾ കാറൊന്നും പോകത്തില്ല, ജീപ്പിനാണ് പോയത്. അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം കിടക്കുന്ന ആ ജനലിന് വാതിൽ പോലും ഇല്ല, സിമെന്റ് കട്ടയുടെ വീടാണ്, അത് തേച്ചിട്ടില്ല, വെള്ള പ്ലാസ്റ്റിക് ജനലിൽ അടിച്ചിട്ടുണ്ട്, ആണി കൊണ്ട് അടിച്ചു വച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു സാധാരണ തടിക്കട്ടിലിൽ അദ്ദേഹം കിടക്കുന്നു. വീടിൻ്റെ മുകളിലത്തെ ഓട് വച്ചിരിക്കുന്ന കമ്പേന്ന് ഒരു സാരി കെട്ടിത്തൂക്കി അയാൾ കിടക്കുന്ന കൃത്യ ഫ്രണ്ടിൽ ഒരു ബോൾ പോലെ ആക്കി കെട്ടിയിട്ടിട്ടുണ്ട് സാരി. അദ്ദേഹത്തിന് എഴുന്നേക്കാൻ തോന്നുമ്പോൾ അദ്ദേഹം കൈ നീട്ടിയ സാരിയെ പിടിച്ച് ഇങ്ങനെ എഴുന്നേറ്റിരിക്കും. കിടക്കുമ്പോൾ അദ്ദേഹം തന്നെ പിടിച്ച് ഇങ്ങനെ കിടക്കും. അതിനുവേണ്ടി ഇങ്ങനെ ഇട്ടിരിക്കുവാണ്. പാവപ്പെട്ട മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ കിടക്കേണ്ട ആടൊന്നും അല്ല. ഞാൻ ഒരു ദിവസം ഞാൻ ഇച്ചിരി കള്ള് കുടിച്ചേച്ച എൻ്റെ വീട്ടിൽ വന്നത്. എനിക്കൊരു മോട്ടോർ സൈക്കിൾ ഉണ്ടായിരുന്നു. ഞാനിവിടെ വീട്ടിൽ വന്നപ്പം എൻ്റെ കൂട്ടുകാരൻ ചോറുണ്ടോണ്ടിരിക്കുമ്പം
എന്നെ ഫോൺ വിളിച്ചു, നീ എവിടാണ്, പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. എടാ സമയം ഇത്രയായി, നീ എങ്ങോട്ട് വരാനാ? നീ ഇങ്ങോട്ട് വാ, ഒരു കാര്യം പറയാനുണ്ട്, നീ വണ്ടിയെടുത്ത് ഇങ്ങോട്ട് വാ. ഉടനെ ചോറ് കഴിക്കുന്ന അവിടെ നിർത്തിയേച്ച് കൈ കഴുകിയില്ല, കിട്ടിയ ഒരു ഷർട്ട് വിട്ട് അദ്ദേഹം പോകാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇളയ മകൾ ആ മനുഷ്യൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുവാണ്, പപ്പ പോകണ്ട, പപ്പ ഇപ്പം പോകണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ആ കൊച്ചിൻ്റെ ആ വാക്ക് ഞാൻ കേട്ടായിരുന്നെങ്കിൽ ഞാനിന്നിവിടെ കിടക്കത്തില്ലായിരുന്നു. ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനെ പറഞ്ഞത്? എൻ്റെ ഈ കുഞ്ഞു കൊച്ചിലൂടെ ദൈവം എന്നോട് പറഞ്ഞാ പോകണ്ടെന്ന്. അദ്ദേഹം പോയ വഴിക്ക് എന്തോ ഒരു കട്ടർ ചാടി, പകുതി പൂസുമാണ്, ആ കുഴി കണ്ടില്ല, ബൈക്ക് തെറ്റി മറിഞ്ഞ് താഴേക്ക് പറഞ്ഞു. കൃത്യ നട്ടലിൻ്റെ ഭാഗത്ത് എന്തോ കുറ്റി കൊണ്ടതോ കല്ല് കൊണ്ടോ എന്നാ നയക്ക് നിശ്ചയമല്ല, അവിടെ കിടന്നു. പിന്നെ ആരോ കണ്ടുപിടിച്ചു, അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. വേറെ വലിയ പരിക്കൊന്നും പറ്റിയില്ലെങ്കിൽ, ശരീരത്തിന് മറ്റു കാണത്തക്ക പരിക്കുകളൊന്നും ഇല്ലെങ്കിലും അരയ്ക്ക് താഴോട്ട് തളർന്നുപോയി. അദ്ദേഹം പറഞ്ഞു, വാഴത്തടി പോലെയാണ് എൻ്റെ ശരീരം, ചൂടുവെള്ളം ഒഴിച്ചാലും അറിയത്തില്ല, വാക്കത്തേക്ക് വെട്ടിയാലും അറിയത്തില്ല, അങ്ങനെ ഒരു ഭാഗം ഉണ്ടെന്നേ എനിക്കറിയത്തില്ല. ഞാനിനി എത്ര നാളിങ്ങനെ കിടക്കണം? എൻ്റെ കൊച്ച്, അതാണ് മുന്നറിവ്. അയാളുടെ മകൾ ചെറുതാ, പക്ഷെ അന്ന് മുന്നറിവ് കൊടുത്തതാ, പപ്പ പോകണ്ട, ചിലത് വേണ്ടെന്ന്, ചിലത് നോ എന്ന് ചിലർ നമ്മളോട് പറയുന്നത് ദൈവം നമ്മളോട് സംസാരിക്കുന്ന മുന്നറിവുകളാണ്. ചില ആൾക്കാരോട് നമ്മൾ പറഞ്ഞില്ലേ, നിനക്ക് ചേർന്നൊരു ബന്ധമല്ലത്, അങ്ങനെ പറയല്ലേ, പുള്ളി അത്രയും നല്ല മനുഷ്യനാണ്, പക്ഷെ നിനക്ക് ചേർന്നതല്ല, എല്ലാം നമുക്കുള്ളതല്ല. ലോകത്തിലുള്ള മുഴുവൻ പൈസ നമുക്കുള്ളതാണോ? നോ. ലോകത്തുള്ള എല്ലാ മനുഷ്യരും നമുക്കുള്ളതാണോ? അല്ല. ചിലതേ നമുക്കുള്ളതുള്ളൂ. എല്ലാം നമുക്ക് ചേരൂല, എല്ലാം നമുക്കുള്ളതല്ല. എല്ലാ പൈസയും നമുക്ക് കിട്ടാൻ കൊള്ളത്തില്ല, എല്ലാ പൈസയും നമ്മുടെ വന്നാൽ ശരിയാകത്തില്ല. എല്ലാ പൈസയും വേണ്ട, ദൈവാനുഗ്രഹം ഉള്ളത് മതി. ദൈവം നമുക്ക് വേണ്ടി കണ്ടത് നമ്മുടെ കൈ വന്നാലേ അത് വാഴത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ മനുഷ്യൻ, ദൈവം നമുക്ക് തരുന്ന മുന്നറിവിനെ കുറിച്ചാണ് പറഞ്ഞത്. മുന്നറിവ്. ചിലരോട് പറയില്ലേ, എനിക്ക് തോന്നുന്നു എൻ്റെ മനസ്സിൽ നിനക്ക് ചേർന്നതല്ലെന്നാ എൻ്റെ മനസ്സിൽ തോന്നുന്നത്. അല്ല ഫാദർ, അങ്ങനെ ഒന്നും അല്ല, അത് അത്ര നല്ലതാണ്, അത് ഞങ്ങൾ എല്ലാം പറഞ്ഞ് ഉറപ്പിച്ചല്ല. ഓക്കെ. പിന്നീട് അവർ ചിന്തിക്കുന്നു, അന്നാം പുള്ളി പറഞ്ഞതാണ്. പിന്നീട് ജീവിതം തുടങ്ങിയപ്പോഴാണ് അറിഞ്ഞത് കയ്പാണെന്ന്. ചില മുന്നറിവുകൾ ദൈവം നമുക്ക് നേരത്തെ നമ്മൾ അറിയും. അതൊരു കൃപയാണത്, ഒരനുഗ്രഹമാണ്. ഇപ്പോൾ ഒരാൾ വേഷം മാറി ഇവിടെ പോയിട്ടുണ്ട്, പുള്ളിക്ക് കണ്ണുപോലും കാണത്തില്ല, പക്ഷെ അടുത്ത വാക്യം നോക്കിക്കേ. അടുത്ത വാക്യം വേറൊരുവളായി ഭാവിച്ചുകൊണ്ടാണ്, ഒന്നും കൂടെ ഭാവിച്ചു, വേറൊരാളായി അണിഞ്ഞൊരുങ്ങിയ പ്രവാചകന്റെ അടുത്ത് ചെന്നത്. 6-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു. 6-ാമത്തെ വാക്യം ഇങ്ങനെയാ, എന്നാൽ അവൾ വാതിൽ കടന്നപ്പോൾ, അവള് പ്രവാചകന്റെ മുമ്പിൽ എത്തിയിട്ടില്ല, പുള്ളി കണ്ണ് കാണത്തില്ലാതെ ഇരിക്കുക, തപ്പിത്തടഞ്ഞ് നടക്കുന്ന ആളാണ്. പക്ഷെ ആ വ്യക്തി വാതിക്കലെത്തിയപ്പോൾ കാൽപെരുമാറ്റം കേട്ടിട്ട്, കാലിൻ നടന്നു വരുന്ന ഒച്ച കേട്ടിട്ട് അഹിയ പറഞ്ഞു, അഹിയ എന്ന പ്രവാചകൻ പറഞ്ഞു. ഇങ്ങനെയാ പറഞ്ഞത്, ജെറോബാവിന്റെ ഭാര്യ അകത്തു വരൂ. പുള്ളിക്കാരത്തി വേഷം മാറി വേറൊരാളായിട്ട് പോയതാണ്. പക്ഷെ കണ്ണ് കാണത്തില്ലാത്ത ദൈവ മനുഷ്യന് മനസ്സിലായി ഇതാരാ വരുന്നേന്ന്. നീ എന്തിനാ വേഷം മാറി ഇവിടെ വന്നെന്ന് ചോദിച്ചു. അകത്തു വരൂ. എന്നിട്ട് പറഞ്ഞു, നീ വേറൊരുവളായി നടിക്കുന്നത് എന്തിന്? കണ്ണ് കാണത്തില്ലാത്ത മനുഷ്യൻ ഇതെങ്ങനെയാന്ന് അറിഞ്ഞത്? അത് ദൈവം കൊടുക്കുന്ന മുന്നറിവാണ്. ഇത് വേഷം മാറി വന്നിരിക്കുന്നതാണ്. ഇതിനകത്ത് ചതിയുണ്ട്, ഇതിനകത്ത് കള്ളത്തരമുണ്ട്, ഇത് കറക്റ്റാണ്, ഇത് ശരിയാണ്, ഇത് നന്മയാണ്. മുന്നറിവാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ അമ്മമാർക്ക്, അപ്പച്ചന്മാർക്ക്, യുവക്കൾക്ക് മുന്നറിവ് നേരത്തെ കൂട്ടി അറിയാനുള്ളൊരു കഴിവ് ഇന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇതൊരു പ്രസംഗമായിട്ട് എടുക്കണ്ട, നിങ്ങൾക്ക് ഗുണം ചെയ്യും. ചിലർ പറയില്ലേ, നിങ്ങൾ പൈസ കൊണ്ടുപോകാൻ, ഞാൻ നിന്നെ ആ രാജ്യത്ത് കൊണ്ടുപോകും, എത്ര ലക്ഷം, 2 ലക്ഷം ഇപ്പത്താ, പിന്നെ ഒരു 3 ലക്ഷം, പിന്നെ ഒരു 6 ലക്ഷം. നമ്മൾ കണ്ണും ആ മനുഷ്യനെ വെച്ച് പ്രാർത്ഥിക്കണം 10 നാൾ. ചതിയാണോ? എന്നിട്ട് കുറേ നാൾ കഴിഞ്ഞ് പോലീസ് സ്റ്റേഷൻ ചെല്ലുമ്പോൾ പോലീസായിരിക്കും, നിങ്ങൾ മണ്ടനാണോ? ഇത്രയും പ്രായമില്ലേ നിങ്ങൾക്ക്? നിങ്ങളൊരു പൊട്ടനാണോ? പോലീസുകാർ ചോദിക്കുക, നിങ്ങൾ എന്ത് കണ്ടോണ്ടാ സുഹൃത്തെ പൈസ കൊടുത്തത്? നിങ്ങൾക്കൊന്ന് അന്വേഷിക്കാൻ പാടില്ലായിരുന്നു? അന്ന് ഞാൻ ആ രാജ്യത്തെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ. ചുമ്മാ എടുത്ത് ചാടരുത്.
ടേക്ക് ടൈം, സമയമെടുക്കണം. ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആരും നമ്മളെ പറ്റിക്കത്തില്ല. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഉള്ളവന്റെ അടുത്ത് കാൽപെരുമാറ്റം കേൾക്കുമ്പോൾ അറിയാം എന്നാ ഉദ്ദേശത്തിലാണ് വരുന്നത്. കാൽപെരുമാറ്റം കേൾക്കുമ്പോൾ നടന്നു വരുന്ന ആ സെൻസ് ചെയ്യാൻ പറ്റും. നല്ല ഉദ്ദേശമാണ്, അല്ല ഇയാൾ എന്തോ ദുരുദ്ദേശം വെച്ചിട്ടാ, ശ്രദ്ധിച്ചേക്കണം. ഇയാളെ അത്ര അടുപ്പിക്കാൻ കൊള്ളത്തില്ല, ഇയാളെ അങ്ങ് മാറ്റി വിടുന്ന ആ ബുദ്ധി ദൈവം കൊടുക്കുന്ന അറിവുകളാണ്. ഹല്ലേലൂയ. പ്രവാചകൻ ചോദിക്കുവാണ്, നീ വേറൊരാളായി എന്തിനാ നടിക്കുന്നത്? എന്തിനാ വേഷം മാറി വരുന്നത്? ഇന്നയാളുടെ ഭാര്യ എങ്ങോട്ട് കയറി വരൂ. ആ പുള്ളിക്കാരത്തി പറഞ്ഞിട്ടില്ല ഞാൻ ഇന്നയാളുടെ ഭാര്യയാണ്, വേഷം മാറി ഒളിച്ചാ വന്നത്. അതാണ് മുന്നറിവ്. ഇതാർക്കാ ഈ മുന്നറിവ്? ദൈവത്തിൽ നിൽക്കുന്ന ഈ പ്രവാചകന്റെ പേരെന്താ? അഹിയ എന്ന പ്രവാചകൻ ആ കൃപയുണ്ടായിരുന്നു. ഒന്ന് പറഞ്ഞേ, ഒരു കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. മുന്നേ അറിയാനുള്ള കഴിവ് ഇത് പലർക്കും ഉണ്ട് കേട്ടോ. നമ്മളതിനെ വില കൊടുക്കാത്തതുകൊണ്ടാണ്, നമ്മൾ വലിയ കാര്യമായിട്ട് അതിനെ കാണാത്തതുകൊണ്ടാണ്. നിങ്ങളുടെ വീടുകളിലെല്ലാം കിണറുണ്ട്, കുഴൽ കിണറുണ്ട്, ഇല്ലെങ്കിൽ അത് ഇല്ലാത്ത ആരും, പരിചയമില്ലാത്ത ആരുമില്ല. നിങ്ങളുടെ വീട്ടിൽ ഞാൻ ഒരിക്കൽ ഇത് പ്രസംഗിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഒരു കിണർ കുത്താൻ നേരത്ത് വീട്ടുകാരെന്നാ പറയും? സ്ഥാനം കാണാൻ ഒരാളെ കൊണ്ടുവരണം പറയില്ലേ? അപ്പോൾ നമ്മൾ ചോദിക്കും, നിങ്ങളുടെ വീട്ടിൽ ആരാ കിണർ കുത്തിയത്? എൻ്റെ വീട്ടിൽ അല്ല, കിണറിനാരാ സ്ഥാനം കണ്ടത്? വെള്ളം കിട്ടിയോ? ഓ, പുള്ളി പറഞ്ഞ പോലെ വെള്ളം കിട്ടി. കുഴൽ കിണറിനാരാ സ്ഥാനം? അത് ഇവിടെ ഇന്നയുള്ള ആളാണ്, അത് ഇന്ന സ്ഥലത്തുള്ള ആളാ. അയാളുടെ നമ്പറുണ്ടോ? ഓ, നമ്പർ ഉണ്ടല്ലോ, ഞാൻ തരാമല്ലോ. നമ്മളെന്തിനാ വിളിക്കുന്നത്? അയാളെ വിളിച്ചോണ്ട് വന്നിട്ട് നമ്മുടെ പറമ്പിൽ കൂടെ അയാൾ നടക്കും. ചിലപ്പോൾ അയാൾ കഴുത്തിലെ ഒരു മാല കയ്യിലെടുത്ത് പിടിക്കും, അല്ലെ ഒരു തേങ്ങ കയ്യിൽ പിടിക്കും, അല്ലെ ഒരു ഇവിടെ നിൽക്കുന്ന ഏതോ ഒരു ചെടിയുടെ ഒരു കമ്പെടുത്ത് കയ്യിൽ പിടിച്ച് നടക്കുവാൻ നമുക്ക് കാണുമ്പോൾ ചിരി വരും. ഭൂമിക്കടി കിടക്കുന്ന വെള്ളം ഇയാൾ ഈ തേങ്ങയും പിടിച്ച് മാലയും പിടിച്ച് നടന്ന് എങ്ങനെ കണ്ടുപിടിക്കും? തൂമ്പ കൊണ്ട് കുഴിച്ചു നോക്കിയാലേ വെള്ളം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അയാൾക്കൊരു കൃപയുണ്ട്. അയാൾ ആരുമാകട്ടെ, അയാൾ ഭൂമിക്ക് മുകളിൽ നിന്നുകൊണ്ട് അയാൾ പറയും, സാർ ഇവിടെ വെള്ളമുണ്ട്, ഇവിടെ ഒരു ഇത്ര അടിക്ക് വെള്ളം കിട്ടും കേട്ടോ, നിങ്ങൾ കിണർ കുഴിച്ചോ. ഞാൻ ഇവിടെ ഒരു കിണർ വേണമെന്ന് ആഗ്രഹിക്കുന്നത്, സാറേ അവിടെ വെള്ളം ഇല്ല, അവിടെ ഒഴുക്കില്ല. ഇയാളെങ്ങനെ അറിഞ്ഞു? ആ കൃപ കിട്ടിയവനറിയാം 150 അടി താഴ്ചയിൽ, 250 അടി താഴ്ചയിൽ ഇവിടെ വെള്ളത്തിൻ്റെ ഒഴുക്കുണ്ട്. ഇതെങ്ങനെ അറിഞ്ഞു? അത് സെൻസ് ചെയ്യാൻ പറ്റും. അത് ആ വ്യക്തിക്ക് ദൈവം ആ ഒരു കൃപ കൊടുത്തിട്ടുണ്ട്. ഭൂമിക്ക് അടിയിൽ കിടക്കുന്ന വെള്ളം കാണാനുള്ളൊരു കഴിവ്. എന്നിട്ട് അയാൾ ഒരു സ്ഥലത്ത് കൃത്യം കുറ്റിയടിക്കും, അവിടെ തന്നെ കിണർ. അവിടെ അപ്പുറത്ത് കുത്തിയ എന്താ, ഞാൻ ഇഷ്ടമുള്ളിടത്ത് കുത്തും, എൻ്റെ പൈസ കൊണ്ട് ഞാൻ തോന്നിയോണ്ട് കുത്തി, വെള്ളം കിട്ടത്തില്ല. ഹല്ലേലൂയ. ദൈവം നൽകുന്ന മുന്നറിവിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ, ഒന്ന് കണ്ണുകൾ അടച്ചേ. ദൈവം തരുന്ന മുന്നറിവ് എനിക്ക് വേണം. എന്നെ ഒരാൾ കബളിപ്പിക്കാൻ പാടില്ല, എന്നെ ഒരാൾ ചതിക്കാൻ പാടില്ല, വഴി തെറ്റിക്കാൻ പാടില്ല, എന്നെ ചതിയിൽപ്പെടുത്താൻ പാടില്ല, എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കിലിടാൻ പാടില്ല. എനിക്കത് സെൻസ് ചെയ്യാൻ പറ്റണം, എനിക്ക് മനസ്സിലാകാൻ പറ്റണം. ഇതെന്ത് ഉദ്ദേശമാണ്, ഇദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഉദ്ദേശം എന്നാന്ന് എനിക്ക് പിടികിട്ടണം. ആ കൃപ എനിക്ക് വേണം. കർത്താവേ, എൻ്റെ മക്കളെ കുറിച്ച്, അവർ കാനഡയിലാണ്, UK-യിലാണ്, അമേരിക്കയിലാണ്, എങ്ങനെ അറിയും? നിങ്ങൾ ഈ വീട്ടിലിരുന്ന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ ഒരു കാര്യം നിങ്ങൾക്ക് ചില മുന്നറിവുകൾ ദൈവം തരും. ആ കാര്യം ഇച്ചിരി ശ്രദ്ധിച്ചോണം, ആ കാര്യത്തിന്മേൽ ഇച്ചിരി ശ്രദ്ധ വേണം, ആ കാര്യങ്ങളൊന്ന് വിളിച്ച് അന്വേഷിക്കണം, നീ ആ കാര്യത്തെ വെച്ചൊന്ന് പ്രാർത്ഥിക്കണം. ഇവിടെ തുടങ്ങിയ ഓരോ ശുശ്രൂഷകളും ദൈവം തന്ന മുന്നറിവിൽ തുടങ്ങിയതാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ കുഞ്ഞുങ്ങളുടെ പേരുകൾ എഴുതി സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ആ ഒരു മാർച്ച് മാസം വരെ, അവർ പരീക്ഷ കഴിയുന്നതുവരെ അവർക്ക് വേണ്ടി ഒരു മുന്നറിവാണ്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഏതൊക്കെയോ വ്യക്തികൾ അതിലൂടെ അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവം അരുളി ചെയ്യുന്ന മുന്നറിവുകൾ. മനസ്സിലായോ? മുന്നറിവ്. ഇത് ജീവിതത്തിൽ ചില വലിയ പരാജയത്തിൻ്റെ പടുകുഴിയിലിരിക്കുന്നവർക്ക് ഇപ്പം പിടികിട്ടിയിട്ടുണ്ട്. അവർ പറഞ്ഞതൊന്ന് കേട്ടാൽ മതിയായിരുന്നു. അവരെന്നോട് പറഞ്ഞത് 11:40 പക്ഷെ ഞാനത് വിലക്കെടുത്തില്ല. ദൈവം നിങ്ങളെ കേൾപ്പിക്കുന്ന ചില കാര്യങ്ങൾ മുന്നറിവുകളാണ്. എവിടെയും ചെന്ന് ചതിയിൽപ്പെടരുത്. ചില ആളുകൾ പെട്ടെന്ന് വേറൊരാളോട് കൂട്ടുകൂടി പെട്ടെന്ന് ബിസിനസ് തുടങ്ങും. നോ, ആരോടും ദേഷ്യം ഉണ്ടായിട്ടല്ല. എല്ലാവരും എല്ലാവർക്കും ഉള്ളതല്ല, എല്ലാ പൈസയും നമുക്കുള്ളതല്ല, എല്ലാ പണവും നമ്മുടെ വന്നിട്ട് കാര്യമില്ല. ചില വ്യക്തികളെ നമുക്കുള്ളതുള്ളൂ. നമ്മുടെ കൂടെ നിർത്തേണ്ടത് ചിലരെയാണ്.
അതാ പറഞ്ഞത്, ഏത് വിഷയം കിട്ടിയാലും എന്നാ പെട്ടെന്ന് അങ്ങ് ചെയ്താലോ, പെട്ടെന്ന് അങ്ങ് തുടങ്ങിയാലോ. ഒരു 10 നാൾ പ്രാർത്ഥിക്ക്, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കേൾക്കും വേണ്ടെന്നാ തോന്നുന്നേ. അത് മുന്നറിവാണ്. എന്നിട്ട് തുടങ്ങുമ്പോഴാണ് ചിലത് വഴക്കിലും ബഹളത്തിലും, പണ്ടുള്ള സ്നേഹവും പോയി, വിഷമവും പോയി, ഇന്നാകെ ശത്രുക്കളെ പോലായി. ദൈവം തരുന്ന മുന്നറിവിന് വേണ്ടി എല്ലാ അമ്മച്ചിമാരും അപ്പച്ചന്മാരും ഞങ്ങളും ശുശ്രൂഷകരും ഒക്കെയും പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. മുന്നറിവുകൾ ഈ ആലയത്തിൽ വരുന്ന, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, നമ്മളിവിടെ പ്രാർത്ഥിക്കാൻ വരുന്നത് വിവേകത്തോടെ ധൈര്യത്തോടെ ജീവിക്കാൻ ദൈവത്തിൽ ആശ്രയിച്ച് പഠിപ്പിക്കുകയാണ്. കേട്ടോ, പഠിക്കുവാണ്, മുന്നറിവാണ്. 2 കണ്ണേ ഉള്ളൂ, പക്ഷെ 10 കണ്ണ് വേണം. 2 ചെവിയേ ഉള്ളൂ, 10 ചെവി വേണം. എല്ലാം കേൾക്കേണ്ടതല്ല. ചിലപ്പോൾ അത് അടച്ചു വെക്കണം, ചിലപ്പോൾ തുറന്നു വെക്കണം. ചിലത് കണ്ടാലും കണ്ടില്ലാത്ത പോലെ, ചിലത് കാണുമ്പോൾ അത് പറയേണ്ടതുപോലെ പറയാൻ മുന്നറിവ്. ഹല്ലേലൂയ. ഞാനൊരു വചനം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാം. ഒരു വചനം എടുക്കുകയാണ്. ബൈബിളിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 14-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കുകയാണ്. 22 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വേഗത്തിൽ വായിക്കുവാണ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ആർക്കാണ് ഈ മുന്നറിവുള്ളത്. മുന്നറിവ് കാണാതെ തന്നെ ചില കാര്യങ്ങൾ കണ്ട പോലെ അതറിയാൻ പറ്റും. കണ്ടിട്ടില്ല, അത് പുള്ളി കണ്ടിട്ടില്ല, പക്ഷെ അത് പുള്ളി കണ്ട പോലാണ്. പുള്ളി നേരത്തെ അത് എങ്ങനെയോ കാണുന്നു. എങ്ങനെ ഈ പുള്ളി അറിഞ്ഞു? അത് മുന്നറിവാണ്. മുന്നറിവാണ്, മുന്നറിവാണ്. ഇത് യേശുവിന് ഈ കൃപയുണ്ട്. ആ കൃപ ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ച് മേടിച്ചെടുത്ത നമ്മുടെ കയ്യിൽ ഇരിക്കും. അത് നമുക്കതുകൊണ്ട് നല്ലൊരു ജീവിതം നയിക്കാൻ പറ്റും. ഹല്ലേലൂയ. സന്തോഷമുള്ള ഐശ്വര്യമുള്ള ജീവിതം ഉണ്ടാകും. 14-ാം അധ്യായം 22 മുതലുള്ള വാക്യം ഒന്ന് വായിക്കുകയാണ്. ജനസഞ്ചയത്തെ പിരിച്ചു വിടുമ്പോഴേക്കും തനിക്ക് മുമ്പേ വഞ്ചിയിൽ കയറി മറുകരയ്ക്ക് പോകാൻ യേശു ശിഷ്യന്മാരെ നിർബന്ധിച്ചു. വള്ളത്തെ കയറി അപ്പുറത്തേക്ക് പൊക്കോളാൻ ആര് നിർബന്ധിച്ചു? യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, വേഗം പൊക്കോ, വേഗം പൊക്കോ, വഞ്ചി കിടക്കുന്ന എല്ലാവരും വേഗം പൊക്കോളാൻ പറഞ്ഞു, നിർബന്ധിച്ചു വിട്ടു. അവൻ ജനക്കൂട്ടത്തെ പിരിച്ചു വിട്ടതിനു ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറി. പ്രാർത്ഥിക്കാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാ പോരെ, പിന്നെന്തിനാ മലയിലോട്ട് കയറി പോണോ? ഒന്നാമത് ക്ഷീണമായില്ലേ? യേശുവിനോട് നമ്മൾ ചോദിച്ചു നോക്കിക്കേ, അല്ല ഇത്രയും നേരം പ്രസംഗിച്ച് വയ്യാണ്ടായല്ലോ, പിന്നെന്തിനാ ഈ വയ്യാത്ത ഒരു ശരീരവും വെച്ചിനി മലയുടെ മുകളിലോട്ട് കയറി പോകണം? ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ? നമ്മളോടും പലരും ചോദിച്ചിട്ടില്ലേ, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ, എന്തിനാ അങ്ങോട്ട് പോണത്? ചില സ്ഥലങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേകതയുണ്ട്. ദൈവം നിയോഗം കിട്ടിയ സ്ഥലത്ത് പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേകതയുണ്ട്. യേശു ജനക്കൂട്ടത്തെ പിരിച്ചു വിട്ടിട്ട് ഒരു മലയുടെ മുകളിലോട്ട് കയറി മുകളിൽ പോയി കുറെ നേരം പ്രാർത്ഥിച്ചു. എത്ര നേരം പ്രാർത്ഥിച്ചു? രാത്രിയായപ്പോഴും അവൻ അവിടെ തനിച്ചായിരുന്നു, ഒറ്റയ്ക്കായിരുന്നു, ആരുമില്ലായിരുന്നു കൂടെ, ഒറ്റയ്ക്കായിരുന്നു ആ പ്രാർത്ഥനയിൽ. ജീവിതത്തിൽ പലരും ഒറ്റയ്ക്കാണ്. കുറെ പേരുണ്ടെങ്കിലും നമ്മൾ പലരും ഒറ്റയ്ക്കാണ്. ഒരിക്കലും എല്ലാവരും ഉണ്ട്, പക്ഷെ എന്തോ ഒറ്റപ്പെട്ട പോലെ. ഒറ്റയ്ക്കായിരുന്നു യേശു. ആരെങ്കിലും ഒറ്റപ്പെട്ടിരിക്കുന്നവരുണ്ടോ? ദൈവമുണ്ട് നിന്റെ കൂട്ടിന്. കാരണം ഒറ്റയ്ക്ക് ഇരിക്കുന്നവൻ അറിയാം ഒറ്റപ്പെടലിന്റെ വേദനയൊക്കെ. ഈ ഒറ്റപ്പെടലിന്റെ വേദന വലിയ പ്രശ്നമല്ല, ഒറ്റപ്പെടുത്തലാ പ്രശ്നം. നമ്മൾ ഒറ്റയ്ക്കായി നമ്മളൊക്കെ ജീവിക്കും, പക്ഷെ ഒറ്റപ്പെടുത്തിയാൽ ഭയങ്കര വേദനയാണ്. ആണല്ലോ, നമ്മൾ ഒറ്റയ്ക്കായി നമ്മൾ 10 ദിവസം 100 ദിവസം നമ്മൾ ജീവിക്കും. ഒറ്റയ്ക്കായാലും ഭക്ഷണം കഴിച്ച് ജീവിച്ച് കിടന്നുറങ്ങും. പക്ഷെ 10 പേര് കൂടി നമ്മളെ അങ്ങ് ഒറ്റപ്പെടുത്തിയാൽ നമ്മൾ തകർന്നു പോകും. അങ്ങനെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? വിഷമിക്കണ്ട, ആ വേദന യേശുവിനറിയാം. ആ സങ്കടം മറ്റാരേക്കാൾ കൂടുതൽ യേശുവിനറിയാം. സ്നേഹിക്കേണ്ടവർ ചിലപ്പോൾ നമ്മളെ സ്നേഹിക്കൂല, മനസ്സിലാക്കേണ്ടവർ നമ്മളെ മനസ്സിലാക്കില്ല. ആ വ്യക്തി എന്നോട് സുഖമാണെന്ന് ചോദിച്ചാൽ മതിയായിരുന്നു, പക്ഷെ മിണ്ടത്തില്ല, ഒരിക്കലും ചോദിക്കത്തില്ല. നിനക്കെന്തെങ്കിലും വിഷമമുണ്ടോ, സന്തോഷമാണോ, സുഖമാണോ, ചോദിക്കത്തില്ല. എൻ്റെ കാര്യം മാത്രം. ചില ആളുകൾക്ക് ചില ഭാര്യയ്ക്ക് തോന്നിയിട്ടുണ്ട്, ഭർത്താവിന് തോന്നിയിട്ടുണ്ട്, ചില മകന് തോന്നിയിട്ടുണ്ട്, എന്നെ ഒന്നും മനസ്സിലാക്കുന്നില്ലല്ലോ ഇവര്. യേശുവിനറിയാം ഒറ്റപ്പെട്ടാലുള്ള വേദന എന്താണെന്ന്. യേശു ഒറ്റയ്ക്കായിരുന്നു അവിടെ. എല്ലാവരും പോയി. ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ചില സമയം വരും, എല്ലാവരും പോകും, ആകെ ഒറ്റയ്ക്കായി പോകും. പക്ഷെ ഒരു സംഭവം അടുത്തത്, ഇതിനിടെ വഞ്ചി കരയിൽ നിന്ന് ഏറെ ദൂരം അകന്നു കഴിഞ്ഞിരുന്നു. ശിഷ്യന്മാരെല്ലാം വഞ്ചിയിൽ കയറി, അവരെല്ലാം വള്ളത്തിൽ കയറി പോയി, രാത്രിക്ക് വിട്ടു. യേശു പറഞ്ഞു കേട്ടിട്ട് എല്ലാവരും പോയി. യേശു ഇരിക്കുന്നത് 2 പേര് 2 സ്ഥലത്താണ്. യേശു ഇരിക്കുന്നത് മലയുടെ മുകളിൽ, ശിഷ്യന്മാരോ കടലിൽ. വഞ്ചി തുഴഞ്ഞു പോയിക്കൊണ്ടിരിക്കുവാണ്. ആ കടലിൽ ഒരു പ്രശ്നം ഉണ്ടായി.
കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ തിരമാലകളിൽപ്പെട്ട് അത് വല്ലാതെ ഉലഞ്ഞു. എന്ന് മലയുടെ മുകളിൽ ഇരിക്കുന്ന യേശു അറിഞ്ഞു. ഫോണില്ല, വാട്സപ്പില്ല, ഫേസ്ബുക്കില്ല, മെസ്സേജ് അയക്കുന്ന സംവിധാനമില്ല. പിന്നെ എങ്ങനെ അറിഞ്ഞു? രണ്ടും സംഭവിക്കുന്ന രണ്ട് സ്ഥലത്താണ്. യേശു പ്രാർത്ഥിക്കുന്നത് മലയുടെ മുകളിലാണ്. ശിഷ്യന്മാർ പ്രതിസന്ധിയിലിരിക്കുന്ന എവിടെയാ? കടലിലാണ്. സമയം രാത്രിയാണെന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ യേശുവിന് അറിവ് കിട്ടുക, പ്രാർത്ഥനയുള്ള യേശുവിന് അറിവ് കിട്ടുവാണ്. അവർക്കൊരു പ്രയാസമുണ്ട്, അവർക്കൊരു പ്രതിസന്ധിയുണ്ട്. പ്രാർത്ഥിക്കുന്നവനാണ് മുന്നറിവുകൾ ഉണ്ടാവുക. അവൻ അറിയാൻ പറ്റും. യേശു കണ്ടില്ലല്ലോ, അവര് കാറ്റുപടിച്ച് എല്ലാവരും പ്രശ്നത്തിലാന്ന് അറിഞ്ഞില്ലല്ലോ. പക്ഷെ പ്രാർത്ഥനയുള്ള യേശു അറിഞ്ഞു. എന്നിട്ട് എന്താ യേശു ചെയ്തെന്ന് എഴുതിയിട്ടുണ്ട്. രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിനു മീതെ നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു. അവർ വെള്ളത്തിന്റെ മുകളിലൂടെ യേശു നടന്ന് അവിടെ ചെന്നു. എങ്ങനെ അറിഞ്ഞു? അവർ ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെ അറിഞ്ഞു? അതാണ് ചില കാര്യങ്ങൾ കാണാതെ അതറിയാൻ പറ്റും. 2 കിലോമീറ്ററുകൾ രാജ്യങ്ങളുടെ അപ്പുറമായിരിക്കും. പക്ഷെ പ്രാർത്ഥിക്കുന്ന ഇവിടെ ഇരിക്കുന്ന ഒരു അമ്മയ്ക്ക് തോന്നും, UK എൻ്റെ മകളെ ഒന്ന് വിളിക്കണം, അമേരിക്കയിലുള്ള എൻ്റെ കൊച്ചിനെ ഒന്ന് വിളിക്കണം. എന്താ മമ്മി ഇപ്പൊ വിളിച്ചത്? എന്തോ എനിക്കങ്ങനെ തോന്നി, നിന്നെ ഒന്ന് വിളിക്കണം, എന്താ വിശേഷം ഒന്ന് അറിയണം തോന്നി. ദൈവം അപ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് അവർക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, ഒരു പ്രതിസന്ധിയുണ്ട്, ഒരു വേദനയിലാണ് ഇരിക്കുന്നത്, ഇന്നലെ ഉറങ്ങിയിട്ടില്ല. നിനക്കൊന്ന് പറയാൻ പാടില്ലായിരുന്നോ? മമ്മി എങ്ങനെ അറിഞ്ഞു? എൻ്റെ കൂട്ടുകാരൻ വിളിച്ച് പറഞ്ഞതാണോ? അല്ല, പ്രാർത്ഥിക്കുന്നവൻ അറിയാൻ പറ്റും. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒരാവശ്യങ്ങൾ വരുമ്പോൾ അത് വളരെ നേരത്തെ അറിയാൻ പറ്റും. ഈ കൃപ ഇന്ന് എല്ലാവരും എനിക്കും വേണം, നമുക്കെല്ലാവർക്കും വേണം. ഇത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങളൊന്ന് കരങ്ങളെ ഉയർത്തി ഒന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മുന്നറിവ്, മുന്നറിവ്. ആ കല്യാണം നടത്തണോ? മുന്നറിവ് വേണം, മുന്നറിവ് വേണം. ആ സ്ഥലം മേടിക്കണോ? മുന്നറിവ്. ഇത് വിൽക്കണോ? മുന്നറിവ്. അത് നമുക്ക് തന്നെ കിട്ടും. ഒരു കുഞ്ഞു കാര്യം കൂടി പറഞ്ഞ് പ്രാർത്ഥിക്കുവാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലെ 1-ാം അധ്യായം 47-ാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 47-ാമത്തെ വാക്യം. നഥാനയേൽ തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെ പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ. ശ്രദ്ധിച്ചോ? നഥാനിയേൽ നടന്നു വരുന്നേണ്ട് കണ്ടോണ്ട് യേശു പറഞ്ഞു, ഇതാ വരുന്ന ഒരു നിഷ്കപടനായ ഇസ്രായേൽക്കാരൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ 48-ാമത്തെ വാക്യം പറയുക. അപ്പോൾ നഥാനിയേൽ ചോദിച്ചു, നീ എങ്ങനെ എന്നെ അറിയും? നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ലല്ലോ, നീ എങ്ങനെ എന്നെ അറിയും? ഞാൻ നിഷ്കപടനായ ഒരു ഇസ്രായേൽക്കാരൻ, നീ എങ്ങനെ അറിഞ്ഞു? അതാണ് മുന്നറിവ്. അറിഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞു, ഫിലിപ്പോസ്, നിന്നെ വിളിക്കുന്നതിന് മുമ്പ്, ശ്രദ്ധിച്ചു അടുത്ത വാക്ക്, നീ അപ്പുറത്തുള്ള അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോ തന്നെ എനിക്ക് നിന്നെ അറിയാം. ആമേൻ. അങ്ങ് അപ്പുറത്ത് അത്തിമരത്തിന്റെ ചോട്ടിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് നിന്നെ കാണാൻ പറ്റി. കാണാതെ എങ്ങനെ കണ്ടു? കേൾക്കാതെ എങ്ങനെ കേട്ടു? അറിയാതെ എങ്ങനെ അറിഞ്ഞു? അറിയാൻ പറ്റും, കാണാൻ പറ്റും. അങ്ങനെങ്കിൽ നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് ഒന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ച് ഈ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ഒരു അനുഗ്രഹം എനിക്കും നമുക്ക് ഓരോരുത്തർക്കും വേണം. മുന്നേ അറിയാനുള്ള കഴിവ്. എവിടെയെങ്കിലും ഞാൻ പറഞ്ഞതിൽ പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. എന്തെങ്കിലും തെറ്റായി പോയി, ഇതെന്താ അങ്ങനെ പറഞ്ഞു തോന്നി, അത് കളഞ്ഞേരെ. ശരിയാണ്, ഇത് ഉപകാരമാണല്ലോ, ഇതൊത്തിരി പ്രയോജനമാണല്ലോ എന്ന് ചിന്തിച്ചതെല്ലാം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. ഞാൻ ഒരാളെ പോലും ഒട്ടും വിട്ട് മാറ്റി നിർത്താതെ എല്ലാവരെയും ചേർത്ത് വയ്ക്കുവാണ്. എനിക്കറിയാം എല്ലാവർക്കും കൗൺസിലിംഗ് ഒന്നും നടത്താൻ കഴിഞ്ഞിട്ടില്ല, നിങ്ങൾ ക്ഷമിക്കണം. എല്ലാവരും പറയുന്നത് മുഴുവൻ കേൾക്കാൻ ഞാൻ ചിലപ്പോൾ സമയം കണ്ടെത്തി കാണത്തില്ല. കാരണം എനിക്ക് എൻ്റെ മുമ്പിൽ ഒരുപാട് പേരിയ്ക്കുമ്പോൾ ഒരാളെ മുഴുവനായി കേൾക്കുവാൻ പരാജയപ്പെട്ടിട്ടുണ്ട് ഞാനിത് പക്ഷേ ദൈവം ആരാന്നറിയാമോ? എല്ലാം അറിയുന്നവനാണ്. ഈ അനുഗ്രഹയുടെ പുണ്യഭൂമിയിൽ കാൽ ചവിട്ടിയത് യേശു പറഞ്ഞിട്ടുണ്ട്. അതല്ലേ നഥാനിയോട് പറഞ്ഞത്, നീ അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. യേശുവിന് എന്നെ കാണുന്നൊരു ദൈവമുണ്ട്. ഞാൻ ഈ അനുഗ്രഹയിലെ പുണ്യഭൂമിയിൽ വന്ന് കാല് ചവിട്ടിയത് ഒരു കിണ്ടല് ഭാരമായിട്ടാ, ഒരു കിണ്ടല് സങ്കടമായിട്ടാ. പരാജയമില്ലെന്നല്ല, പക്ഷെ ദൈവം കൈവിട്ടിട്ടില്ലെന്നാ സത്യം. പരാജയമുണ്ട്,
സങ്കടമുണ്ട്, വിഷമമുണ്ട്, കണ്ണുനീരുണ്ട്. പക്ഷെ കൈവിടാത്തൊരു ദൈവം ഉണ്ടെന്ന്. മനുഷ്യൻ കൈവിട്ടാലും കുഞ്ഞെ ദൈവം കൈവിടത്തില്ല. അങ്ങനെയെങ്കിൽ ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത്, പ്രിയപ്പെട്ടവരെ, ഇന്ന് യൂദാശ്ലീഹായുടെ മാധ്യസ്ഥതയിൽ 9-ാം ദിവസം നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ്. ഈ ശുശ്രൂഷകൾക്ക് ശേഷം നമ്മൾ എല്ലാവർക്കും സൗഖ്യ നേർച്ച നൽകുന്നുണ്ട്. ഒരു പ്രാർത്ഥിച്ച് നൽകുന്ന ഒരു ഭക്ഷണമാണ്, അതെല്ലാവർക്കും നൽകുന്നുണ്ട്. ആ നേർച്ച ഭക്ഷണം ഉണ്ടാക്കിയ ആളെ ഞങ്ങൾ ഓർക്കുന്നു. എല്ലാവരും വെറുതെ നമുക്ക് തോന്നുമല്ല, അത് ദൈവം തരുന്ന ഒരു അനുഗ്രഹമാണ്, ഒരു മുന്നറിവാണ്. കേമത്തം വിളിച്ചു പറയുമല്ല, ഇതൊന്നും വേണ്ടാത്തതല്ല, ഇത് വേണം. ഇതുണ്ടായിരുന്നെങ്കിൽ പല ചതികളും നമുക്ക് മനസ്സിലാകുമായിരുന്നു, പല അക്കിടികളും നമ്മൾ വീഴത്തില്ലായിരുന്നു, പല തിന്മയിലും നമ്മൾ പോയി ചാടത്തില്ലായിരുന്നു, പല ബന്ധങ്ങളും നമ്മൾ താലോലിക്കത്തില്ലായിരുന്നു. പണ്ടേ അടിച്ച വേലിക്കകത്ത് മാറ്റി നിർത്തിയേനെ, 7 ചുവടുകൾക്കപ്പുറം കൊണ്ട് ഞാൻ നിർത്തിയേനെ. ചില കാര്യങ്ങൾ കാണാതെ കാണാൻ പഠിക്കണം, അറിയുന്നതിന് മുമ്പ് അറിയണം. പ്രവാചകന് കണ്ണ് കാണത്തില്ലായിരുന്നു, പക്ഷെ കാൽപെരുമാറ്റം കേട്ടപ്പോഴേ പിടികിട്ടി എന്നാ സംഭവിക്കാൻ പോകുന്നതെന്ന്. നഥാനിയേൽ ആ അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോഴേ നീ അവിടെ ഇരിക്കുന്നോട്ട് എനിക്കറിയായിരുന്നു. ദൈവത്തിന് ഈ ഒരു കൃപ നമുക്കിന്ന് തരാൻ ആഗ്രഹമുണ്ട്. നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ ഈ കൃപ കൂടി ആവശ്യമാണ്. നമ്മളോർക്കും ചിരിക്കുന്നവരെല്ലാം നല്ലതാ, എല്ലാവരും നമുക്ക് ചേർന്നതാ, ആ വ്യക്തി നല്ലതാ, ഈ വ്യക്തി നല്ലതാ. ആരെയും പിണക്കുകയല്ല, എല്ലാം എല്ലാവർക്കും ഉള്ളതല്ല. എല്ലാ ലോകത്തിലുള്ള മുഴുവൻ, ഇന്ത്യയിലുള്ള മുഴുവൻ പണവും നമുക്കുള്ളതാണോ? എല്ലാവരും തരുന്ന പൈസ നമുക്ക് ഗുണമല്ല. നമുക്കുള്ളതുണ്ട്, നമുക്കുള്ളതേ വാഴത്തുള്ളൂ, നമുക്കുള്ളതേ അനുഗ്രഹമാകത്തുള്ളൂ, നമുക്കുള്ളതേ നന്മയാകത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ചേ, എന്നിട്ട് പ്രാർത്ഥിച്ചേ. ഒരമ്മ എന്ന നിലയിൽ, ഒരു അപ്പച്ചൻ എന്ന നിലയിൽ, ഒരു പിതാവ് എന്ന നിലയിൽ, ഒരു യുവാവ് എന്ന നിലയിൽ, ദൈവമേ എനിക്കും വേണം. ഞാൻ ചിലരെയൊക്കെ അങ്ങ് വല്ലാതെ വിശ്വസിച്ച് ഉള്ളതും ഇല്ലാത്തതും എല്ലാം പറയും. നോ, പാടില്ല. പറയേണ്ടത് പറയേണ്ടവരോടെ പറയാവൂ. പറയണ്ടാത്തവർ നിർബന്ധിച്ചാലും അവരോട് പറയരുത്. നോ, ഒന്നുമില്ല, കുഴപ്പമില്ലെന്നേ പറയാം. പറയേണ്ടവരോടെ പറയാവൂ, ഇല്ലെങ്കിൽ പറഞ്ഞത് തന്നെ നമുക്ക് ഭാര്യയാവും. പിന്നീട് നമ്മൾ ചിന്തിക്കുക, എന്തിനാ ഞാൻ പറഞ്ഞത്? ഏത് ബുദ്ധിയെ എനിക്ക് അന്നേരം പറയാൻ തോന്നിയത്? ഞാൻ നിന്നോട് പറഞ്ഞതാണ് എൻ്റെ ഏറ്റവും വലിയ തെറ്റ്. പറയുക. ആരെയാ കൂടെ നിർത്തേണ്ടത്? എല്ലാവരും നമുക്കുള്ളതല്ല. എല്ലാവരും നമുക്കുള്ളതാണോ? നോ, നമുക്കുള്ളതുണ്ട്, നമുക്കുള്ളവരുണ്ട്. അത് മതി, അത് മതി സക്സസ് ആകാൻ. എല്ലാവരും എൻ്റെ ഉയർച്ചയ്ക്കുള്ള വഴി വെട്ടി തുറക്കത്തില്ല കേട്ടോ. എല്ലാവരും എൻ്റെ ഉയർച്ചയ്ക്കുള്ള വഴി വെട്ടി തുറക്കത്തില്ല. എനിക്കൊരു നന്മയുണ്ടാകുമ്പോൾ അസൂയാലുക്കളുടെ എണ്ണമാ വർദ്ധിക്കുന്നത്. ഒരാൾ ചിരിച്ചുകൊണ്ട് പറയുവാ, അയാൾക്ക് രോഗമായി അല്ലേന്ന്. നല്ല ഉദ്ദേശമല്ലത്. അയാൾ രോഗിയായി ആശുപത്രിയിലാന്ന് കേട്ടല്ലോ എന്നും പറഞ്ഞ് ചിരിക്കുന്നു. അപ്പോൾ എന്തോ ഇയാൾക്ക്, ആ മനുഷ്യൻ രോഗിയായതിൽ എന്തോ ഒരു സന്തോഷമുള്ളത് പോലെ. ചില ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ വേദന വരുമ്പോൾ വേറെ ആർക്കൊക്കെയോ ഭയങ്കര ആഘോഷമാണ്, സന്തോഷമാണ്. നമുക്ക് ആ മനസ്സ് വേണ്ട, നമുക്ക് അനുഗ്രഹമുള്ള മനസ്സ് വേണം. അക്കരങ്ങളെ ഉയർത്തിപ്പിടിക്കാമോ? കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച്. പ്രവാചകൻ, കണ്ണ് കാണത്തില്ലാത്ത ആ പ്രവാചകൻ, കണ്ണിന് പ്രായാധിക്യം കൊണ്ട് കണ്ണിന് മൂടൽ വരെ ബാധിച്ച പ്രവാചകൻ അകത്തെ മുറിയിലിരിക്കുമ്പോൾ കാൽപെരുമാറ്റം കേട്ടപ്പോഴേ സെൻസ് ചെയ്തു, ഇത് ഇന്നയാളാണ്, ഇത് അബിയാമിന്റെ ഭാര്യയാണ് വരുന്നത്. എന്നെ എങ്ങനെ അറിഞ്ഞു? ദൈവം നിനക്ക് തരും മുന്നറിവുകൾ. അതാണ് നാളുകളിൽ നിന്റെ ജീവിതത്തെ മനോഹരമാക്കുന്നത്. ഒരാളും തോറ്റുപോകരുത്, ഒരാളും പരാജയപ്പെട്ടു പോകരുത്, ഒരാളും ആരാലും പറ്റിക്കപ്പെടാൻ ഇടയാകരുത്. നിന്റെ 5 പൈസ വേറെ ആൾ പറ്റിച്ചോണ്ട് എടുത്തോണ്ട് പോകാൻ പാടില്ല. നിന്നെ ഒരാൾ നിന്റെ സ്ഥലമോ വീടോ കുടുംബമോ മക്കളെയോ ഒന്നും ആരും കബളിപ്പിച്ചോണ്ട് പറ്റിച്ചോണ്ട് പോകാൻ പാടില്ലെന്ന് അത്രയും മുന്നറിവുകൾ നിനക്ക് വേണം. പെരുമാറ്റം കേൾക്കുമ്പോഴേ സെൻസ് ചെയ്യാൻ പറ്റണം ഇതിന്റെ ഉദ്ദേശം എന്നാണെന്ന്. അങ്ങനെയെങ്കിൽ ആ ഉയർത്തിയ കരങ്ങളോടെ ഒന്ന് ശബ്ദം ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ച് സ്തുതിക്കുന്നു. സ്തുതിക്കുന്നു.
സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കരങ്ങളടിച്ചു കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും അതുകൊണ്ട് ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും എന്റെ കൃപ നിനക്കു മതി കർത്താവിൻ തിരുവചനം എന്റെ കൃപ നിനക്കു മതി കർത്താവിൻ തിരുവചനം അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിയിടുന്നു അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിയിടുന്നു കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും യഹോവയെ കാത്തിരിപ്പോ ശക്തിയെ പുതുക്കിയിടും യഹോവയെ കാത്തിരിപ്പോ ശക്തിയെ പുതുക്കിയിടും പിന്നെയോ കഴുകനെ പോലെ ചിറകടിച്ചുയരും തളർന്നു പോകാതെ ഓടിയിടും കഴുകനെ പോലെ ചിറകടിച്ചുയരും തളർന്നു പോകാതെ ഓടിയിടും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും സ്തുതിച്ച് പ്രാർത്ഥിക്കുക കൃപയാലേ യേശുവേ ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് മറക്കാത്ത വിധത്തിലൊന്ന് വിശ്വസിച്ച് ഇന്ന് കേട്ട വചനത്തിലൂടെ എനിക്കൊരു മുന്നറിവ് കിട്ടണം. എനിക്ക് മുന്നറിവുണ്ട്. എനിക്കെല്ലാം നേരത്തെ കാണാൻ പറ്റും, അറിയാൻ പറ്റും. ഒരാളോടും വേണ്ടിയേക്കരുത്. അത് പറഞ്ഞു നടക്കേണ്ട വിശേഷമല്ല, അത് പറഞ്ഞു നടക്കേണ്ട ഒന്നല്ല. എനിക്കങ്ങനെ ഒരു കൃപ കിട്ടിയിട്ടുണ്ട്, എനിക്കങ്ങനെ അറിയാൻ പറ്റും, അത് പറയരുത്. പക്ഷെ പ്രാർത്ഥിച്ചതിനെ സൂക്ഷിക്കണം. ലഭ്യം തന്നത് അനുഗ്രഹത്തെ സൂക്ഷിക്കണം. അതെന്നും നിന്റെ ലൈഫിന് മുതൽക്കൂട്ടായി. നിനക്ക് നിന്നോട് തന്നെ ഒരു സ്നേഹമായിരിക്കും, നിനക്ക് നിന്നോട് തന്നെ ഒരു ബഹുമാനമായിരിക്കും. അതൊക്കെ ആ കൃപ കിട്ടുമ്പോൾ നിനക്ക് നിന്നിൽ തന്നെ ഒരു അഭിമാനമായിരിക്കും. നിന്നോട് ആരും ക്ലാസ് എടുത്ത് തരണ്ട. ആരെയാ വിശ്വസിക്കേണ്ടത്, ആരെയാ വിശ്വസിക്കേണ്ടത്, എന്താ ചെയ്യേണ്ടത്? ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരെയും സംശയിക്കാൻ പറ്റുമോ? എല്ലാവരെയും സംശയിക്കണമെന്നല്ല, അത് മുന്നറിവാണ്. ഭൂമിക്കടി വെള്ളമുണ്ടെന്ന് കിണറിന് സ്ഥാനം കാണാൻ വരുന്ന ആള് ഒരു കമ്പ് നാട്ടിയിട്ട് പറയാം ഇവിടെ വെള്ളമുണ്ടെന്ന്. സാർ എങ്ങനെ അറിഞ്ഞു ഇദ്ദേഹം? അത് സെൻസ് ചെയ്യും, ഭൂമിക്കടി വെള്ളമുണ്ടെന്ന്. പക്ഷെ നമ്മൾ എത്ര നോക്കിയാലും അറിയത്തില്ല. അത് ആ മനുഷ്യന് ദൈവം കൊടുത്ത കൃപയാണ്. ഇതുപോലെ ചില കാര്യങ്ങൾ അടുത്തു വരുമ്പോഴേ
ആകാശത്ത് മഴക്കാർ വരുമ്പോൾ നമ്മൾ പറയില്ലേ, ഇന്ന് മിക്കവാറും ഉച്ച കഴിഞ്ഞ് മഴയുണ്ട്, ഇന്ന് രാത്രി മഴ പെയ്യും. എങ്ങനെയാണ് അറിഞ്ഞത്? നമുക്കൊരറിവ്, അത് കാണുമ്പോൾ അറിയാൻ പറ്റും ഇന്നൊരു മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ആ തുണിയൊക്കെ എടുത്ത് അകത്തിട്ടേരെ, മിക്കവാറും മഴ പെയ്യും. കാലാവസ്ഥ പ്രവചനം നടത്താൻ നമുക്ക് വല്ല കഴിവുണ്ടോ? പക്ഷെ നമുക്കറിയാം. ഇതിനൊക്കെ വലിയൊരു അനുഗ്രഹമാണ്. ചില മനുഷ്യരെ കാണുമ്പോൾ, ചില സാഹചര്യങ്ങളിൽ ചെല്ലുമ്പോൾ, ചില ഓഫറുകൾ വരുമ്പോൾ, ചില വിളികൾ വരുമ്പോൾ സെൻസ് ചെയ്യും. ആ കൃപ നിനക്ക് കിട്ടട്ടെ, ആ കൃപ എനിക്ക് ലഭിക്കട്ടെ, ആ കൃപ നമുക്ക് ലഭിക്കട്ടെ. ലൈഫ് തന്നെ അനുഗ്രഹമാകുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ആമേൻ. ആരാധനയിലേക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കാൻ പോവുകയാണ്. നമുക്ക് ഈ ആരാധനയിൽ പ്രത്യേക ചില നിയോഗങ്ങളുണ്ട്. കഴിഞ്ഞ 9 ദിവസവും മുടങ്ങാതെ നൊവേന ചൊല്ലി പ്രാർത്ഥിച്ചവരുണ്ട്. എൻ്റെ ഫോണിൽ എത്രയോ സാക്ഷ്യങ്ങൾ, മെസ്സേജ് ആളുകൾ അയച്ചിട്ടുണ്ട്. എല്ലാം നന്ദിയോടെ ഓർക്കുകയാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഇന്ന് വിശുദ്ധ യൂദാശ്ലീഹയുടെ അത്ഭുത മാധ്യസ്ഥതയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാണ്. നിങ്ങൾ സാക്ഷ്യം കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ദൈവം ഈ ആലയത്തിൽ ചെയ്യുന്ന ശക്തമായ ദൈവത്തിൻ്റെ പ്രവൃത്തികളാണ് ഓരോന്നും. ചില സാക്ഷ്യം നമുക്ക് കേൾക്കുമ്പോൾ തോന്നും നിസ്സാരമാണല്ലോ. അവരവരെ സംബന്ധിച്ച് ഓരോ സാക്ഷ്യവും ഭയങ്കര വലുതാണ്. ചിലർ പറയില്ലേ, എൻ്റെ തലവേദന മാറി. കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും. തലവേദന മാറിയതാണോ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത്? തലവേദനയുള്ള ഒരാളോട് ചോദിക്കണം, എന്നാ ഉണ്ട്, എന്താ അതിൻ്റെ വിഷമം? അപ്പോഴാണ് അവർ പറയുന്നത് ഭയങ്കര വേദനയാണ്, ആകെ തല പൊട്ടിപ്പോകുന്ന പോലാണ്. ഒരാൾ പറയുന്നത് കേട്ട് പല്ലുവേദന മാറിയെന്ന്. പല്ലുവേദന എനിക്ക് വന്നപ്പോഴാണ് മനസ്സിലായത് പല്ലുവേദന മാറിയാൽ സാക്ഷ്യം പറയേണ്ട കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്കും ഈ നല്ല സ്ഥലത്തൊരു സാക്ഷ്യം പറയാൻ പരിശുദ്ധാത്മാവ് ഒരു സമയവും സാഹചര്യവും ഒരുക്കും. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി പറയുവാണ്, നമ്മൾ ഇന്ന് രാവിലെ നമ്മൾ ശുശ്രൂഷകൾ ആരംഭിച്ചത് 4:15 ഏത് 4:15? നിങ്ങളന്നേരം നല്ല ഉറക്കമായിരുന്നു പലരും. 4:15. എന്നാലും കുറേ പേർക്ക് എന്നോട് വിഷമമുണ്ട്, ദേഷ്യമുണ്ട്, കാണാൻ പറ്റിയില്ല. ദേഷ്യമുള്ളവർ മാത്രം പറഞ്ഞേ ഹല്ലേലൂയ. അത് അത്രയും പേർക്ക് ദേഷ്യമാണ്, ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ അവർക്ക് നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ ചിലർ ഓർത്തു ഞങ്ങൾ 3:30 വന്ന്, സത്യം പറഞ്ഞ് നമുക്ക് വിഷമം തോന്നും. ആളുകൾ കേട്ടോ ചോദിച്ചിട്ട് ഇവിടെ ആൾക്കാർ ഇരിക്കുക. 2:30 3 മണിക്കൊക്കെ ഇതിനകത്ത് 10-20 പേരുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രയും സമയം ആൾക്കാർ ഉറങ്ങാതിരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ വിഷമം വിചാരിക്കരുത്. നമ്മുടെ ഒരു സാഹചര്യത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ നല്ല സന്തോഷമായിട്ടല്ല ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ കാലിനൊക്കെ നല്ല വേദന വരും. നമ്മളൊരു 4:30 തൊട്ട് ഒരേ സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല വേദനയുണ്ട്. അതുകൊണ്ടാണ് നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നടന്ന് പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് 3 ദിവസം കഴിയും വേദന മാറി കാലൊന്ന് റെഡിയാകാൻ. അപ്പം തന്നെ വ്യാഴാഴ്ചയാവും. നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിക്കും വ്യാഴാഴ്ച ആകല്ലേ എന്ന്. എന്നാലും വ്യാഴാഴ്ച വരും. നാളെ വ്യാഴാഴ്ച ആയാൽ മതിയായിരുന്നു നമ്മളിന്ന് ഓർക്കും. പറഞ്ഞിട്ട് കാര്യമില്ല, രാവിലെ തന്നെ ആൾക്കാർ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. നിങ്ങളും പ്രാർത്ഥിക്കണം. നമ്മളൊരു കുടുംബമായി പ്രാർത്ഥിക്കുവാണ്. കണ്ണൂരിൽ നിന്ന് വന്നവരുണ്ട്, ആ ഭാഗത്തു നിന്നൊക്കെ വന്നവരുണ്ട്. എല്ലാവരെയും കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ ദൈവം നിങ്ങളെ കാണുന്നുണ്ട്, ദൈവം നിങ്ങളെ അറിയുന്നുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവം നിങ്ങളെ അതിനുള്ളൊരു അനുഗ്രഹവും സഹായവും നമുക്ക് ദൈവം തരും. ഹല്ലേലൂയ. നിങ്ങളുടെ ഒരു സാക്ഷ്യം ഈ അൾത്താരയിൽ മൈക്കിലൂടെ കേൾക്കാൻ പലരും കേൾക്കാൻ ഇടവരും. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾ ആരാധനയിലേക്ക് പ്രാർത്ഥനയോടെ ഗാനം പാടി പ്രവേശിക്കുകയാണ്. നമുക്കൊന്ന് എഴുന്നേറ്റു നിന്ന് ആരാധനയുടേതായ ഗാനം ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ, 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 ആശ്വാസം നീയേ, ആശ്രയം നീയേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് കണ്ണുകളെ ഒന്നടച്ച്
നിങ്ങൾ സമർപ്പിച്ച ഇന്ന് രാവിലെ മുതൽ നിയോഗം എഴുതി കൊടുക്കുന്ന ആ ഒരു കൗണ്ടറിൻ്റെ മുമ്പിൽ ഒരു വലിയ ക്യൂ ഉണ്ടായിരുന്നു. ആ കൽക്കുരിശിൻ്റെ മുമ്പിൽ വിശുദ്ധ യൂദാശ്ലീഹായുടെയും അൽഫോൻസാമ്മയുടെയും ആ വലിയ വിശുദ്ധരുടെ സാന്നിധ്യത്തിൻ്റെ മാധ്യസ്ഥത്തിൻ്റെ തണലിൽ ആ മെറ്റിലിൽ ഒരുപാട് ആളുകൾ ക്യൂ നിന്ന് എഴുതിക്കൊടുത്ത, ഇന്നലെയും ഇന്നും എഴുതിക്കൊടുത്ത ഓരോ നിയോഗത്തിനു വേണ്ടിയും ഒരു നിയോഗം പോലും വിട്ടുപോകാതെ എല്ലാ കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാണ്. ഇനി പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധയോടെ കേൾക്കാം. നമ്മുടെ വീഴ്ചയിലും നമ്മുടെ താഴ്ചയിലും പലരും നമ്മളെ കൈവിട്ടിട്ട് പോകും. കേട്ടോ, നമ്മുടെ വീഴ്ചയിലും നമ്മുടെ താഴ്ചയിലും ഈ പറയുന്ന ഒരാളും ചിലപ്പോൾ കൂടെ ഉണ്ടായെന്ന് വരത്തില്ല. നമുക്ക് സാമ്പത്തികമായി താഴ്ചകൾ ഉണ്ടാകുമ്പോൾ, പേരിനും പ്രശസ്തിക്കും കോട്ടം വെട്ടുമ്പോൾ, നമുക്ക് പണ്ടത്തെ പോലെയൊക്കെയുള്ള ഒന്നും ഇല്ലാതാകുമ്പോൾ പലരും നമ്മളെ കൈവിട്ടിട്ട് പോകും. പക്ഷേ ദൈവം എന്നെ ഒരിക്കലും പാതി വഴിക്ക് ഉപേക്ഷിച്ചിട്ട് പോകത്തില്ല. ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ടോ? ദൈവം എന്നെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ ജീവനെ, എൻ്റെ ജീവിതത്തെ പാതി വഴിക്ക് ഉപേക്ഷിക്കുകയില്ല. ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. എന്നെ നന്നായിട്ട് അറിയുന്നൊരു ദൈവം, എന്നെ നന്നായിട്ട് എൻ്റെ വീഴ്ചയും എൻ്റെ കുറവും എൻ്റെ കഴിവും കഴിവുകേടും അറിയുന്നൊരു ദൈവമുണ്ട്. എൻ്റെ കഴിവും എൻ്റെ കഴിവുകേടും ഇത് ദൈവത്തിനറിയാം. നമ്മുടെ വീഴ്ചകൾ, നമ്മുടെ കുറവുകൾ ടൗണിൽ പാട്ടാകുമ്പോൾ ആളുകൾ നമ്മുടെ വീഴ്ച പാട്ടുപാടി ആഘോഷിക്കും. ചിലപ്പോൾ ചുമ്മാ പറയുമല്ല, എത്രയോ പേരുടെ വീഴ്ചകളാണ് അങ്ങാടിയിൽ പാട്ടാകുന്നത്, ബാർബർ ഷോപ്പിലിരുന്ന് ചിരിക്കുന്നത്, ബസ് സ്റ്റാൻഡിലിരുന്ന് ചിരിക്കുന്നത്, ഹോട്ടലിൻ്റെ മേശയ്ക്ക് ഉള്ളിൽ അപ്പുറത്തോ ഇപ്പുറത്തോ ഇരുന്ന് പറഞ്ഞു ചിരിക്കുമ്പോഴും, പലരും നമ്മളെ കൈവിട്ടിട്ട് പോകുമ്പോഴും കൈവിടാത്തൊരു ദൈവത്തെയായി ഇപ്പോൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. കൈവിടാത്തൊരു ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുവാണ്. ചിലർ ചോദിക്കും, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് എന്ത് ഗുണം? പ്രിയപ്പെട്ടവരെ, ഞാൻ വിശേഷിപ്പിക്കുന്നത് പ്രാർത്ഥനയുടെ മേലങ്കിയുള്ളവർ എന്നാ നമ്മളെ. പ്രാർത്ഥനയുടെ മേലങ്കിയുള്ളവരാ നമ്മൾ. പ്രാർത്ഥനയുടെ മേലങ്കി എന്ത് കാട്ടാനാണത്? എന്തിനാണ് ആ മേലങ്കി? ആ മേലങ്കി കൊണ്ട് വേണം കുഞ്ഞെ, എൻ്റെ പ്രാർത്ഥനയുടെ മേലങ്കി കൊണ്ട് വേണം എൻ്റെ കുടുംബത്തെ ഞാൻ ചേർത്ത് പൊതിഞ്ഞു പിടിക്കാൻ. എൻ്റെ പ്രാർത്ഥന, ഈ പ്രാർത്ഥന കൊണ്ട് എന്താകാനാ? എന്തു പ്രാർത്ഥന എന്നാ നിങ്ങൾ പറയുന്നത്? പ്രാർത്ഥനയുടെ മേലങ്കി കൊണ്ട് വേണം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാൻ. പ്രാർത്ഥനയുടെ മേലങ്കി കൊണ്ട് എന്താകാനാണ്? എന്തെങ്കിലുമൊക്കെ ആകിത്തീരാൻ ഈ മേലങ്കി വേണം. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ആരുടെയൊക്കെയോ പ്രാർത്ഥനയുടെ മേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞ് സൂക്ഷിക്കപ്പെട്ടവരാണ്. ചില മാതാപിതാക്കൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം അനുഗ്രഹമായിരുന്നു, അവർ അനുഗ്രഹമുള്ളൊരു കുടുംബത്തിൽ ചെല്ലാൻ പറ്റി, പ്രാർത്ഥനയുടെ മേലങ്കി കൊണ്ട് ആ അനുഗ്രഹം ഉണ്ടായി. പ്രാർത്ഥനയുടെ മേലങ്കി കൊണ്ട്. ഒരിക്കൽ കൂടി പറയാം, പ്രാർത്ഥനയുടെ മേലങ്കി അവനവന് തന്നെ പൊതിഞ്ഞ് സൂക്ഷിക്കാനുള്ള ഒന്നല്ല, ചിലരെയൊക്കെ ചേർത്തതിൽ പൊതിഞ്ഞു പിടിക്കാനാണ്. കരയുന്നവരെ, വീണുപോയവരെ ഈ ആലയത്തിൽ ദൈവം തന്നിട്ടുണ്ട് പ്രാർത്ഥനയുടെ ഒരു മേലങ്കി. എന്തിനെന്നറിയാമോ? ഇവിടെ കണ്ണുനീരോടെ വരുന്നവരെ ആ മേലങ്കിക്കുള്ളിൽ മറച്ചു പിടിക്കാനാണ്, ആ മേലങ്കിക്കുള്ളിൽ ചേർത്ത് പിടിക്കാനാണ്. അനേകരുടെ കണ്ണുനീർ തുടയ്ക്കുന്ന മേലങ്കിയുടെ പേരാണ് പ്രാർത്ഥനയുടെ. അങ്ങനെയെങ്കിൽ ആ മേലങ്കിക്കുള്ളിലായി ഇന്ന് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത്.
ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന നൊയോന പ്രാർത്ഥനയിൽ പങ്കെടുത്ത ഓരോരുത്തരും പ്രാർത്ഥനയുടെ മേലങ്കിക്കുള്ളിലായിരുന്നു. നിൽക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും കുറവുകൾ, ഏതൊക്കെയോ ബലഹീനതകൾ എനിക്കും നിങ്ങൾക്കും ഉണ്ട്. എന്തൊക്കെയോ കുറവുകൾ നമ്മളെല്ലാവർക്കും ഉണ്ട്. നമ്മളെല്ലാം സാധാരണക്കാരാ. വെറും മണ്ണും ചെളിയുമാണ്, വെറും ചാരമാണ്, വെറും പൊടിയാണ്, വെറും ചെളിയുള്ളവരാണ്, കുറവുള്ളവരാണ്, വീഴ്ചകൾ പറ്റിയിട്ടുള്ളവരാണ്. നമ്മൾ തകർന്നു പോകാതെ നമ്മെ ചേർത്ത് പിടിച്ച ദൈവത്തെ ആരാധിക്കട്ടെ. കരങ്ങൾ ഉയർത്തി യേശുവേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, സ്തുതിക്കുന്നു. കരങ്ങൾ ചേർത്തടിച്ചു പാടാം. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഓ നീങ്ങിപ്പോ എന്റെ ഭാരങ്ങൾ, മാറിപ്പോ എന്റെ ശാപങ്ങൾ, സൗഖ്യമായ എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോ എന്റെ ഭാരങ്ങൾ, മാറിപ്പോ എന്റെ ശാപങ്ങൾ, സൗഖ്യമായ എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. പ്രിയപ്പെട്ടവരെ, പേരുകൾ പറഞ്ഞു പ്രാർത്ഥിക്കുന്നത് ദൈവം ഒരുക്കിയൊരു ശുശ്രൂഷയാണ്. നമ്മളൊക്കെ ഓർക്കില്ലേ, എൻ്റെ പേരൊന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ. കർത്താവെ, ഓരോ മനുഷ്യരും സങ്കടത്തോടെ ലൈൻ നിന്ന് പറഞ്ഞ പേരുകളാണ്. കർത്താവെ, അവരെല്ലാം സമർപ്പിക്കുമ്പോൾ ശുശ്രൂഷകരും പ്രാർത്ഥിക്കണം, ജനങ്ങളും കർത്താവെ അനുഗ്രഹിക്കണമെന്ന് മറുപടി പറയണം. നിങ്ങൾ അനുഗ്രഹിച്ചതിനെ ഞാനും അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നീനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സിനോബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബെന്നിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലിസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഡെയ്സിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റെയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബെനീറ്റയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജെയ്സണ് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോസ് വിജൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആൽബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോർജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജിൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മേരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പൗളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബാബുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അലീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആഗ്നസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഐറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആഷ്ലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷോളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഫ്രാൻസിസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷെൽമിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മേബിളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റബേക്കായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിപിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോഷ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സുധാകറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഡോക്ടർ ജോണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബൈജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷീബയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോസഫിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജെസ്സിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ചിന്നമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സിസിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലീലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷേർലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മാളുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അമ്പലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അജിത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ശോഭനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജലജയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഓബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അക്കുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അഭിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മരിയ ബെൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആശയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സനുമോളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സാവിയോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജെല്ലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജെസ്സിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജാനറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഡാനിയായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷാജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബിന്ദുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അലീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു,
പ്രാർത്ഥിക്കുന്നു, മരിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ശ്രീജയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എസിയമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സാൻഡോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എൽസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇന്ദിരയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബോബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഫൈസലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബോസ്ബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രജിഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജെസ്സി പോളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജിസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അരുണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജെസ്സി വർഗീസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റീദായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അന്നമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രിൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മേരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലിൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജിബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പുഷ്പമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സണ്ണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മേരിക്കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സേറായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോഷിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മോൾസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബിന്ദുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലിബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷൈനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മോളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുട്ടിയമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുര്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജിൽസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സിൻസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദീനായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റോസമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സെലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനീഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അഞ്ജുഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സിൽവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രദീപിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലൂക്കായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദാവൂദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷിൻഡോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോവാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റോസിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മോണി ബേരി ദാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മരിയ തങ്കച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റോണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സാന്ദ്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രവീൺ രാജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഫ്രാൻസിസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആശയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സ്റ്റീഫന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആതിരയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അമലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സിമിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷാരോഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റോസമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അന്നമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഫിലോമിനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലാലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സൂസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ക്ലറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആഗതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മേരി സുധയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബെൻ ജോൺസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിധിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സ്നേഹിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷാരോണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മെറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പാപ്പച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആഷ്ലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എലീഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോഷിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രിൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രാജേഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷിബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലിൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അഞ്ജലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോമോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വർഗീസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബേസിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രജീഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സുജയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അമലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അന്നക്കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലൂക്കാച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബേബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷിജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഫ്രാൻസിസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബിജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആൻമരിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലൂസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നീരയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റിയായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോയിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷൈലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഡീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആൽബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജെയിംസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജിഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജെയിംസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോസുകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സുബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബിന്ദുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷേർലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഡൊമിനിക്കിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രജനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജനീറ്റയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനീതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദിനേശിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആനീസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആൻമരിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജുവൽ ജോസഫിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആൽബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത്രയും പേരുടെ നിയോഗത്തെ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഈ പേരുകളുള്ള ഓരോ വ്യക്തികളുടെ നിയോഗം ഒരു സാക്ഷ്യമായി വരണം, അതൊരു നേർച്ചയായി സമർപ്പിക്കുന്നു. ഒരു നിമിഷ കരങ്ങളെ ഉയർത്തി ആ പേരുകളിലുള്ള എല്ലാവരെയും ഓർക്കുകയാണ്. അതോടൊപ്പം എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ടൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളുടെ നിയോഗത്തെ സ്വീകരിക്കണമേ, ഈ നിയോഗത്തെ സ്വീകരിക്കണമേ, ഈ നിയോഗത്തെ സ്വീകരിക്കണമേ. ഈ നിയോഗത്തിന്റെ മേൽ അത്ഭുത പ്രവൃത്തി സംഭവിക്കണം, ദൈവ പ്രവൃത്തി സംഭവിക്കണം, ദൈവ പ്രവൃത്തി സംഭവിക്കണം, ദൈവ പ്രവൃത്തി സംഭവിക്കണം, ദൈവ പ്രവൃത്തി സംഭവിക്കട്ടെ. കരമടിച്ചു ചേർന്ന് പാടാം. നിയോഗ പ്രാർത്ഥനയിൽ യേശു എന്റെ സ്ഥിതി മാറ്റിയിടുന്നു. യോഗ പ്രാർത്ഥനയിൽ യേശു എന്റെ സ്ഥിതി മാറ്റിയിടുന്നു. പുതിയൊരു വഴി എനിക്കൊരുക്കിടുമേ, വാതിലുകൾ എനിക്കായി തുറന്നിടുമേ. പുതിയൊരു വഴി എനിക്കൊരുക്കിടുമേ, വാതിലുകൾ എനിക്കായി തുറന്നിടുമേ. എന്നെ അനുഗ്രഹമായി മാറ്റിയിടുമേ, ഞാൻ അനുഗ്രഹം പ്രാപിച്ചിടുമേ. എന്നെ അനുഗ്രഹമായി മാറ്റിയിടുമേ, ഞാൻ അനുഗ്രഹം പ്രാപിച്ചിടുമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ പാടിടും. ഹല്ലേലൂയാ,
ഹല്ലേലൂയാ പാടിടും. എന്റെ യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. ഇനിയുള്ള സമയത്ത് ശുശ്രൂഷകർക്ക് മുമ്പിൽ നിന്ന് നമുക്ക് ഈ ജനത്തിൻ്റെ നേരെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അനുഗ്രഹിച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാം. സാധ്യമായിടത്തോളം മുന്നോട്ടൊന്ന് പ്രാർത്ഥിക്കാം. ജോളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബിനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലൗലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഫിലോമിനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിപിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോർജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലിൻഡായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബോബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബാബുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അന്നക്കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഡൊമിനിക്കിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മനേഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലിസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നൈജിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഡെയ്സിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബീന ജോസഫിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ചിന്നുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലിസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷാജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആനന്ദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനിറ്റയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സിബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷിബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജിഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനിറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തങ്കച്ചന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജെസ്സിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അബ്രഹാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പൗലോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റോണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ശാന്തയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഏഞ്ചലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദിവ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലില്ലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷീബയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജിജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മെറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആൽവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കൃഷ്ണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അഖിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രാധയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സുനന്ദയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രിജിരാജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോമോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അരുണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സോനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിൽസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മാനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിപിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആൽബർട്ടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഫാദർ മിഥുന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോയൽ ബാബുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സജിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഏലിയാമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഗ്രേസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അതുഷാജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മറിയാമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സ്മിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലിക്സിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആൽവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോമോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എലിസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ശൈലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഹിന്ദുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എലിയായിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആശയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മിനി വിൻസെന്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബിന്ദുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രഞ്ജിത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എലിസബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റീജയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജാൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സിന്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഹെലൻ മരിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മോളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വർഗീസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സിനിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷൈബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റോസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അന്നക്കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലിഥുന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അൾട്രിക്കിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സ്റ്റെല്ലേജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അഡോണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഡെറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സാലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പുഷ്പവല്ലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റീനായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജിൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സേയായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആൻഷിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോർജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഡേവിഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ശാന്തമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അഗ്നസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മേരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബേസിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സൂസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജിനോളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സാജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അലീഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സോണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മത്തായിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മഞ്ജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഹരിത തങ്കച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ടിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോസഫിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഡെനീഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സോഫിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കൃഷ്ണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തങ്കമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സജീവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പൊന്നമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അൽഫോൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോയിസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷൈനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അന്നമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റിച്ചിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബിനോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജിജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബിന്ദുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സോനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അമ്മിണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അമിയായിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മേരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോയലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലിസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബൈജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മഞ്ജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റോബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിൻസെന്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ക്ലാരയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആൽവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അൽജോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷേർലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലിന്ധുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റോസ്ലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ചിന്നമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷൈജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആദർശിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എൽബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എൽദോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സാലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റീനായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റാണി ചന്ദ്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സാറാമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരങ്ങളെ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വരമുയർത്തി സ്തുതിക്കുന്നു. ഈ നിയോഗത്തെ സ്വീകരിക്കണം. ഈ നിയോഗത്തെ സ്വീകരിക്കണം. ഈ നിയോഗത്തെ ഏറ്റെടുക്കണം.
പ്രവർത്തിക്കണമേ. ഈ യോഗത്തിന് മേൽ അത്ഭുതങ്ങൾ സംഭവിക്കണമേ. ദൈവശക്തി വ്യാപരിക്കണമേ. തടസ്സങ്ങൾ പ്രതിസന്ധികൾ മാറി ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. നിയോഗ പ്രാർത്ഥനയിൽ യേശു എന്റെ സ്ഥിതി മാറ്റിയിടുന്നു. നിയോഗ പ്രാർത്ഥനയിൽ യേശു എന്റെ സ്ഥിതി മാറ്റിടുന്നു. പുതിയൊരു വഴി എനിക്കൊരുക്കിടുമേ. വാതിലുകൾ എനിക്കായി തുറന്നിടുമേ. പുതിയൊരു വഴി എനിക്കൊരുക്കിടുമേ. വാതിലുകൾ എനിക്കായി തുറന്നിടുമേ. എന്നെ അനുഗ്രഹമായി മാറ്റിടുമേ. ഞാൻ അനുഗ്രഹം പ്രാപിച്ചിടുമേ. എന്നെ അനുഗ്രഹമായി മാറ്റിടുമേ. ഞാൻ അനുഗ്രഹം പ്രാപിച്ചിടുമേ. ഹല്ലേലൂയ 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 പാടിടും. ഹല്ലേലൂയ 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 പാടിടും. എന്റെ യേശു ജീവിക്കുന്നു. എന്റെ യേശു ജീവിക്കുന്നു. എന്റെ യേശു ജീവിക്കുന്നു. നൊവേന ചൊല്ലി പ്രാർത്ഥിച്ച് നിയോഗ പ്രാർത്ഥന ചെല്ലാൻ പോവുകയാണ്. നമുക്ക് നിയോഗ കൊന്ത കൈകളിലുണ്ടെങ്കിൽ എടുക്കാം. എന്നിട്ട് നിങ്ങൾ കണ്ണുകൾ നടച്ച് ഞാൻ ഈ പറയുന്ന കാര്യം ഓർക്കണം. ഇന്നലെ ഞാനത് സൂചിപ്പിച്ചിരുന്നു. പ്രശ്നങ്ങളൊക്കെയും മാറി വരുന്ന ഒരു നല്ല ദിവസം മനസ്സിൽ കാണാം. പ്രഭാതം പൊട്ടിവിടരുന്നത് പോലെ രാത്രിയുടെ ഇരുട്ടെല്ലാം മാറി വെളിച്ചമുള്ളൊരു പ്രഭാതം വരുന്നത് പോലെ എൻ്റെ സങ്കടങ്ങളുടെയും ഭാരങ്ങളുടെയും തടസ്സങ്ങളുടെയും പ്രതിസന്ധികളുടെയും എല്ലാ ഇരുട്ടും മാറി അനുഗ്രഹമുള്ളൊരു ദിവസം എനിക്ക് വേണ്ടി ഉദിക്കാനിടയാകണം. അങ്ങനെ ഒരു ദിവസത്തിലേക്ക് എനിക്ക് ശുശ്രൂഷ കാരണമാകണം. ഉദിച്ചു വരുന്നത് അത് മനസ്സിലൊന്ന് കണ്ടേ. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി ഞാൻ ഈ അൾത്താരെ സാക്ഷ്യം പറയുന്നത് വിശ്വാസത്തിൽ കണ്ടേ. എൻ്റെ ജീവിതം എത്ര പേരാ ഹൃദയത്തെ തൊടുന്ന സാക്ഷ്യങ്ങൾ പറഞ്ഞത്. നിങ്ങളുടെ ശിരസിൽ ആരും കൈവച്ച് പ്രാർത്ഥിച്ച് കാണത്തില്ല. നിങ്ങൾക്കൊരു കൗൺസിലിംഗ് കിട്ടി കാണത്തില്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ചതൊന്നും ഇവിടെ ആരോടും പറയാൻ പറ്റിയില്ല. സാരമില്ല, എന്നെ മനസ്സിലാക്കുന്നൊരു ദൈവം ഇവിടെ ഉണ്ട്. ഞാനൊരു നിയോഗത്തിലാണ് ഇവിടെ വന്നത്. എൻ്റെ പ്രാർത്ഥിച്ച് മടുത്ത ഒരാളായിരിക്കാം. ഇനി എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ലായിരിക്കാം. കർത്താവ് ഒരു കുടുംബമായി നിന്നൊരാത്മാവിൽ പ്രാർത്ഥിച്ച സമയമാണിത്. നമ്മളിപ്പോൾ വിശുദ്ധ യൂദാശ്ലീഹായുടെ നൊവേനയുടെ പ്രാർത്ഥന ചൊല്ലി ഒന്ന് പ്രാർത്ഥിക്കുവാണ്. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഇപ്പോൾ ഈ പാട്ട് നമ്മൾ പാടി കേൾക്കുകയാണ്. വിശുദ്ധ യൂദാശ്ലീഹായുടെ ആ വലിയ മാധ്യസ്ഥത ചേർന്ന് പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ നിന്ദാസർ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്കാതയാനിധേ യൂദാ വിശുദ്ധ സ്ലീഹാ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ നിന്ദാസർ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്കാതയാനിധേ യൂദാ വിശുദ്ധ സ്ലീഹാ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ നിന്ദാസർ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്കാതയാനിധേ. എൻ്റെ ഒന്നാമത്തെ നിയോഗത്തെ ഒരിക്കൽ കൂടി മനസ്സിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ കൂടെ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുവാണ്. മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യൂദാശ്ലീഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന്
അങ്ങേക്ക് വിശേഷ വിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ. എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആ നിയോഗത്തെ മനസ്സിലൊന്ന് കണ്ടേ. ദൈവകരങ്ങളിലേക്ക് വിശുദ്ധ യൂദാശ്ലീഹയുടെ അത്ഭുത മാധ്യസ്ഥം, അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന ദൈവ സാന്നിധ്യം പ്രാർത്ഥിക്കുന്നു. ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ. ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ആമേൻ. നിയോഗ കൊന്ത ഉയർത്തിപ്പിടിച്ച് നമുക്കൊരു പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കാം. നസ്രായനായ എൻ്റെ യേശുവേ, വിശുദ്ധ യൂദാശ്ലീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിച്ച ഈ ആവശ്യത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിച്ചേൽപ്പിച്ചു തരുന്നു, സ്തുതിച്ചേൽപ്പിച്ചു തന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും രണ്ടാമത്തെ നിയോഗത്തെ മനസ്സിലേക്ക് കൊണ്ടുവന്ന അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന വലിയ സമയമായത് മാറട്ടെ. ദൈവ സാന്നിധ്യം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹയുടെ പുണ്യസ്ഥലത്തു നിന്ന് അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്നു. മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യൂദാശ്ലീഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷ വിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ ഇപ്പോൾ അങ്ങ് ഉപയോഗിക്കണമേ. എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് കർത്താവേ, ഞങ്ങൾ സമർപ്പിക്കുന്ന നിയോഗത്തെ ഇപ്പോൾ സമർപ്പിക്കുന്നു. അങ്ങ് കാണണമേ, അങ്ങ് ഏറ്റെടുക്കണമേ, അങ്ങ് അനുഗ്രഹിക്കണമേ. ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ. ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെന്നും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു. ആമേൻ. കരങ്ങളെ ഉയർത്തിയ നിയോഗ പ്രാർത്ഥന നമുക്ക് രണ്ടാമത്തെ നിയോഗത്തിന് വേണ്ടി ചൊല്ലി പ്രാർത്ഥിക്കാം. നസ്രായനായ എൻ്റെ യേശുവേ, വിശുദ്ധ യൂദാശ്ലീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിച്ച ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ. ആമേൻ. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ജീസസ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരുപാട് പേര് ജോലി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പാസ്പോർട്ട് കൊണ്ടുവന്നവർ ഒന്ന് കയ്യിലെടുത്ത് പിടിക്കാമോ? വെഞ്ചരിക്കാനുള്ള വസ്തുക്കൾ കൊണ്ട് കയ്യിലെടുത്ത് പിടിക്കാമോ? എണ്ണയോ വെള്ളമോ മണ്ണോ കൊണ്ടുവന്നിട്ടുണ്ടോ? നിങ്ങൾ എക്സാമിന് പോകുന്ന ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് പേനയോ ഒക്കെ കൊണ്ടുവന്ന് എല്ലാം ഒന്ന് കയ്യിലെടുത്ത് പിടിച്ച് നൊവേന ചൊല്ലി പ്രാർത്ഥിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാനൊരു നിയോഗം സമർപ്പിക്കുക. ഇവിടെ വരുന്ന ഓരോ ജനവും അനുഗ്രഹിക്കപ്പെടാൻ, ഇവിടെ അനുഗ്രഹിച്ച എല്ലാ ശുശ്രൂഷകർക്കും വേണ്ടി ഒരു നിയോഗം വയ്ക്കുകയാണ്. ഈ ആലയത്തിന്റെ ഒരു നിയോഗം സമർപ്പിക്കുകയാണ്. ഈ അനുഗ്രഹം എന്ന പുണ്യഭൂമിയെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവേ, പണം സമ്പാദിക്കുന്ന ഒരു സ്ഥലമായി മാറാതെ ദൈവത്തെ കൊടുക്കുന്ന, ദൈവവചനത്തെ ലോകാവസാനത്തോളം കൊടുക്കുന്ന ഒരു പുണ്യഭൂമിയായ അനുഗ്രഹയെ മാറ്റണമേ. ഞങ്ങൾ സമർപ്പിക്കുന്ന നിയോഗമാണ്. കർത്താവ്, അനേകർ നിയോഗത്തോടെ ഇവിടെ വരുന്നവർ അനുഗ്രഹം പ്രാപിക്കണം. ഇവിടെ കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിച്ചവർ, അതിൽ വിരലുകൊണ്ട് എഴുതി പ്രാർത്ഥിച്ചവർ, വിശുദ്ധ യൂദാസിയുടെ മാധ്യസ്ഥത ലഭിച്ചവർ, വിശുദ്ധ കുർബാനയ്ക്ക് പണം കൊടുത്ത് പ്രാർത്ഥന ചോദിച്ചവർ, അതോടൊപ്പം നിയോഗത്തിന്റെ കൗണ്ടറിൽ ലൈൻ നിന്ന് എഴുതി കൊടുത്ത ചില പ്രാർത്ഥനകൾ ഒന്നുപോലും വിട്ടുപോകാതെ എല്ലാം യേശുവിന്റെ
കരങ്ങളിൽ കൊടുക്കണം. പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അത് എടുത്തുയർത്തി പിടിക്കുക. സാധ്യമായിടത്തോളം നിങ്ങളുടെ സ്വാതന്ത്ര്യം പോലെ പ്രാർത്ഥിക്കുക. അത്ഭുതങ്ങൾ നടക്കും. ചില വഴികൾ തെളിയും. പുതിയ ഇന്റർവ്യൂ വരും. പുതിയ വഴിത്തിരിവുണ്ടാകും. ചില ജോലികൾ ലഭിക്കും. ആ വീട് പണി പൂർത്തിയാകും. കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. മാനസാന്തരങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ ഒരു സമാധാനം നിറയും. ആ പ്രതിസന്ധികൾ മാറിപ്പോകും. ആ കലക്കം മാറിപ്പോകും. ആ രോഗം സൗഖ്യമാകും. ആ പ്രതിസന്ധികൾ മാറും. മന്ത്രവാദത്തിന്റെ കൂടോത്ര ക്ഷുദ്രപ്രയോഗത്തിന്റെ തിന്മയുടെ ആധിപത്യങ്ങൾ കെട്ടുപോകും. എല്ലാ മേഖലയും സമർപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യൂദാശ്ലീഹായെ, ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷ വിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ. എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആവശ്യത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. സാധ്യമെങ്കിൽ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് ബാക്കി പ്രാർത്ഥന നമുക്ക് ചൊല്ലാം. ഇതൊരു അത്ഭുതത്തിന് കാരണമാകട്ടെ. ഇവിടെ വന്നതിലൂടെ മറക്കാനാവാത്തൊരു അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കട്ടെ. ഈ സമയം നിങ്ങൾ മറക്കത്തില്ല. ഇവിടെ വന്നത് നിങ്ങളുടെ ജീവിതത്തിന് ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കട്ടെ. ചില വിജയങ്ങൾ ആരംഭിച്ചത് ഇവിടെ നിന്നാകട്ടെ. ചില ജീവിതങ്ങൾ മാറിയത് ഇവിടെ നിന്നാകട്ടെ. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നിങ്ങൾ അനുഭവിക്കാൻ കഴിയട്ടെ. 1000 സാക്ഷ്യങ്ങൾ ഇവിടെ നിന്നുണ്ടാകട്ടെ. ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ. ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു. ആമേൻ. 2 കരങ്ങളും ഉയർത്തി നിയോഗ പ്രാർത്ഥന ചൊല്ലുന്നു. നസ്രായനായ എൻ്റെ യേശുവേ, വിശുദ്ധ യൂദാശ്ലീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിച്ച ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധന സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. യേശുവേ, ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും എല്ലാ നിയോഗങ്ങളെയും ഓരോ ആവശ്യങ്ങളെയും ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഇപ്പോൾ സംഭവിക്കട്ടെ. ദൈവത്തിന്റെ അടയാളം ഇപ്പോൾ സംഭവിക്കട്ടെ. ദൈവത്തിന്റെ കൃപ ഇപ്പോൾ ലഭിക്കട്ടെ. ദൈവത്തിന്റെ സ്നേഹം ഇപ്പോൾ അനുഭവിച്ചറിയാൻ കഴിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൂജനം പുണ്യദാതാ, കരങ്ങൾ വീശി ഉയർത്തിപ്പിടിച്ച് യേശുവിൻ സ്നേഹദൂതാ, മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചു. പൂജനം പുണ്യദാതാ, യേശുവിൻ സ്നേഹദൂതാ, യൂദാതദേവോസേ നിൻ പാദപീഠത്തിൽ കൈകൂപ്പി നിന്നിടുന്നു. യൂദാതദേവോസേ നിൻ പാദപീഠത്തിൽ കൈകൂപ്പി നിന്നിടുന്നു. പൂജനം പുണ്യദാതാ, ഒറ്റിക്കൊടുത്തവന്റെ പേരിനാ പലരും മറന്നു നിന്നെങ്കിലും ചേർന്ന് പാടാമോ? ഒറ്റിക്കൊടുത്തവന്റെ പേരിനാ പലരും മറന്നു നിന്നെങ്കിലും മഹിമ പ്രതാപമോടെ വാണിടും ഭൂമിയിലും ദീപ്തിയാർന്ന ദൈവമേ. പൂജ്യനാം പുണ്യദാതാ, യേശുവിൻ സ്നേഹദൂതാ. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് ഒത്തിരി അനുഗ്രഹത്തിൻ്റെ ദിവസമായിരുന്നു. പ്രിയപ്പെട്ട ശുശ്രൂഷകർ, നേർച്ച ഭക്ഷണം കൊടുക്കാനായിട്ട് നിയോഗിക്കപ്പെട്ടവർ താഴേക്ക് പോവുക. ശുശ്രൂഷകരെല്ലാവരും ശ്രദ്ധിക്കണം. നേർച്ച ഭക്ഷണം നമ്മൾ പ്രാർത്ഥന ചൊല്ലി വേണം എല്ലാ കൗണ്ടറിലും കൊടുക്കാൻ. അതിൻ്റെ പേര് തന്നെ സൗഖ്യ നേർച്ചയെന്നാണ്. അത് ഭക്ഷിക്കുന്നവർ അനുഗ്രഹമാകണം. പ്രാർത്ഥനയിൽ അത് പാകം ചെയ്ത അമ്പലവയിലുള്ള കുര്യൻ ചേട്ടനെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ഇന്നലെ മുതൽ കഷ്ടപ്പെട്ട ആ കുടുംബത്തെ, ആ വ്യക്തിയെ ഞങ്ങൾ ഓർക്കുന്നു. വലിയ പാടാണ്. ഇത്രയും പേർക്ക് നേർച്ച ഭക്ഷണം തയ്യാറാക്കിയത് ഇവിടെ നിന്നല്ല. ആ വ്യക്തിയെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആ ഉദ്യമങ്ങളെ, ആ നല്ല മനസ്സിനെ, ത്യാഗത്തെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആലയത്തിൽ പ്രാർത്ഥിച്ച് ഒരുപാട് കാര്യങ്ങളിൽ ദൈവം ഇടപെടുന്നുണ്ട്. ദൈവം സഹായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഉത്തരം ലഭിക്കുന്നുണ്ട്.
ഈ നിമിഷം നമ്മുടെ രണ്ട് കരങ്ങളും ഉയർത്തി ഒരു നിമിഷം എല്ലാവരും സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? Hallelujah.